വോയിസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. ചാറ്റിൽ വരാം. യെസ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ പേര് വസീം എന്നാണ്, ഇതിൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ നമുക്ക് ഓക്കെ, വോയിസ് ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ആദ്യം അറിയേണ്ടത് എത്ര ആൾക്കാർ സ്റ്റാർട്ടിങ്ങിലുണ്ട് നമ്മളെ ബിഗിനേഴ്സ് എന്ന രീതിയിൽ. നിങ്ങളൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളും, അതായത് ഏതാണ് മാർക്കറ്റ് ഓരോരുത്തരും ചെയ്യുന്നത്, എത്ര ആൾക്കാരാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളത്, കാര്യങ്ങൾ ഫസ്റ്റ് ട്രേഡിങ്ങിലേക്ക് വരുന്ന എത്ര ആൾക്കാർ ഈ സെക്ഷനിലുണ്ട്? ന്യൂ എന്ന് പറഞ്ഞിട്ടാൽ മതി. ട്രേഡിങ്ങിൽ ന്യൂ ആണെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞിട്ടാൽ മതി. ഓക്കെ, ന്യൂ. ഞാൻ ചോദിക്കാനുള്ള റീസൺ അതിനനുസരിച്ച് കാര്യങ്ങൾ സെക്ഷൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ്. ന്യൂ 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 ഓക്കെ, ന്യൂ. ഓക്കെ, ന്യൂ ആണ്. അപ്പം അധികം ആൾക്കാർ എല്ലാ ആൾക്കാരും എല്ലാവരും ട്രേഡിങ്ങിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന, എന്താണ് ട്രേഡിങ്, എങ്ങനെയാണ് ട്രേഡിങ്, പുതിയതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഏത് മാർക്കറ്റിലാണ് നിങ്ങൾ ഓക്കെ, ഐ ആം ന്യൂ ബട്ട് ട്രേഡിങ് സെൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് മാർക്കറ്റാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിലവിൽ ഓരോരുത്തരും ഗോൾഡ് മാർക്കറ്റാണോ, നിങ്ങളൊരു ഇൻട്രസ്റ്റ് ഇതിലാണ്, ഏത് മാർക്കറ്റാണ്? ഗോൾഡ്, ഫോറക്സ് ഗോൾഡ്, ഗോൾഡ് ഓപ്ഷൻ, ഗോൾഡ് സിറ്റി. ഓക്കെ, ഓപ്ഷൻ എല്ലാവരും ഗോൾഡ് തന്നെയാണ്. ഓപ്ഷൻ ഓക്കെ, ഫോറക്സ്, ഗോൾഡ് ആൻഡ് ക്രിപ്റ്റോ. ഗോൾഡ് ആൻഡ് ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുതിയതായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എക്സ്പീരിയൻസിൽ എത്ര ആൾക്കാരുണ്ട് നമ്മളിതിൽ? പഴയ ബാച്ചിൽ ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ, ഞാൻ കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൽ, പഴയ നമ്മളെ സെക്ഷനിൽ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇന്നുണ്ടാകുന്ന സെക്ഷൻ നമുക്ക് കുറേ ന്യൂ ജോയിനിങ് ഉണ്ട്. ട്രേഡിങ്ങിൽ ഫസ്റ്റായിട്ട് ട്രേഡിങ് കാര്യങ്ങൾ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പുതിയതായി ജോയിൻ ചെയ്തവർക്ക് എങ്ങനെയാണ് കാര്യങ്ങളുടെ രീതിയിലാണ് നമ്മളിവിടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ടൂള്, ഓക്കെ, ഇതെല്ലാവർക്കും ആക്സസ് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചാറ്റിൽ പറയാം. ഈ ടൂള് നിങ്ങൾക്ക് ആക്സസ് കിട്ടിയോ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ യെസ് ഓർ നോ മാത്രം ഇട്ടാൽ മതി. നോ 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 ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും നോ ആണ് ഇടുന്നത്. ആരും ടൂള് കിട്ടിയതപ്പോൾ കണ്ടിട്ടില്ല. നോ നോ യെസ് 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 ഉണ്ട്, നോ ഉണ്ട്. ഓക്കെ, ഒരാൾ കൈ പൊന്തിക്കുന്നുണ്ട്. മൈക്ക് ഓപ്പ് മ്യൂട്ട് മാറ്റാനാണോ കൈ പൊന്തിച്ചത്? എന്തെങ്കിലും പറയാനുണ്ടോ ഷിബിൻ? ഓക്കെ, അപ്പോൾ ടൂളിൻ്റെ ആക്സസ് ആര് അപ്പം ഇതിലും ആക്സസ് ഞാൻ ഡിലീറ്റ് ആക്കിയതിൽ. അപ്പോൾ എല്ലാവരും ലാപ്ടോപ്പിൽ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ലാപ്ടോപ്പിൽ ഇപ്പം നോക്കുന്ന എത്ര ആൾക്കാരുണ്ട്? മൊബൈലിൽ നോക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഇത് BTCയുടെ ചാർട്ടാണ്. ബോത്ത് മൊബൈലും ലാപ്പിലും നോക്കുന്നുണ്ട്, മൊബൈലിൽ നോക്കുന്നുണ്ട്, PC, മൊബൈലും ലാപ്പിലും ആൾക്കാർ നോക്കുന്നുണ്ട്, PC-യിലുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ PC-യിൽ എങ്ങനെ എടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ PC-യിലാണ് കാര്യങ്ങൾ എന്നാക്കുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂള് കാര്യങ്ങൾ എങ്ങനെയാണ് ഇനീഷ്യൽ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ, അതായത് ഈ രീതിയിലാണ് ഉണ്ടാവല്.
നിങ്ങൾക്ക് ചാർട്ടിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാം. ഓക്കെ, പി സിയിൽ എടുക്കുന്നവരും മൊബൈൽ എടുക്കുന്നവരും ഇൻഡിക്കേറ്റേഴ്സ്, ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൽ പോവാം. മൊബൈലുള്ളവർ ആയിക്കോട്ടെ പി സിയിലുള്ളവർ ആയിക്കോട്ടെ, നേരെ ഇൻഡിക്കേറ്റേഴ്സ് മൊബൈൽ പി സിയിൽ ഉണ്ടാവല് ഇവിടെ ടോപ്പിലാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും, ടോപ്പിലാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവല്. ഓക്കെ, മൊബൈലിലാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൊബൈലിലേക്ക് ഞാൻ മൊബൈൽ സ്ക്രീൻ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. മൊബൈൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് മൊബൈലിൻ്റെ സ്ക്രീൻ ഞാൻ ഇവിടെ നിന്നാക്കുന്നത് ഷെയർ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഓക്കെ, മൊബൈലിലെ സ്ക്രീനും കാണുന്നുണ്ടല്ലോ, രണ്ട് സ്ക്രീനും കാണുന്നുണ്ടോ? മൊബൈലിൽ ലാപ്പും കാണുന്നുണ്ടോ? യെസ്, മൊബൈലും ലാപ്പും കാണുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, 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 ഓക്കെ. അപ്പോൾ മൊബൈലിൽ എടുക്കുന്നവർക്ക് ഓക്കെ, ഓക്കെ, ആദ്യം ലാപ്ടോപ്പിൽ എടുത്ത് കാണിച്ചു തരാം. ലാപ്ടോപ്പ് യൂസേഴ്സ് ആദ്യം എന്താക്കുക, വാച്ച് ചെയ്യുക. ലാപ്ടോപ്പിൽ എടുക്കുന്ന സമയം ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക. ഇൻഡിക്കേറ്റേഴ്സിൽ പോയാൽ അവിടെ ഇൻവൈറ്റ് ഓൺലി നിങ്ങളുടെ യൂസർ ഐ ഡിയും കാര്യങ്ങളും, അതായത് ട്രേഡിംഗിൻ്റെ യൂസർ ഐ ഡി നമ്മുടെ സ്റ്റാഫിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിലേക്ക് ഇൻവൈറ്റ് ഓൺലിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താവും, ഇതേപോലെ പൾസ് ബൈ സ്റ്റാറ്റിക്സ് അൽഗോ എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ ആഡ് ആയിട്ടുണ്ടാവും. അതൊന്നാക്കുക, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടിൽ ആഡ് ആവും. അത് ക്ലിക്ക് ചെയ്യുക, അപ്പം ചാർട്ടിൽ ഇതേപോലെ ആ സിസ്റ്റം അവിടെ ഇംപ്ലിമെൻ്റ് ആയിട്ട് വരും. ഓക്കെ, ലാപ്ടോപ്പിൽ എടുക്കേണ്ടവർ എങ്ങനെയാണ്. മൊബൈൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് മൊബൈലിൽ എങ്ങനെയാണെന്നുള്ളത് നേരെ ചാർട്ടിലേക്ക് പോവുക. മൊബൈൽ യൂസേഴ്സ് കാണുന്നുണ്ടല്ലോ, മൊബൈൽ യൂസേഴ്സ് കാണുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത്. യെസ്, നേരെ ചാർട്ടിലേക്ക് പോവുക. ഇതേപോലെ ചാർട്ട് ഓപ്പൺ ആക്കുക, ട്രേഡിംഗ് ഓപ്പൺ ആക്കി ഇതേപോലെ ഉണ്ടാവും. ഇവിടെ താഴെ കാണുന്ന 3 ഡോട്ട്, താഴെ ഒരു 3 ഡോട്ട് ഉണ്ട്. ഓക്കെ, ആ 3 ഡോട്ടിലാണ് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കും. അതിൽ എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉണ്ട്, ഞാൻ ടാബിലാണ് ഓപ്പൺ ആക്കിയത്, അതുകൊണ്ട് എൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ 3 ഡോട്ട് താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കുറച്ച് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ അല്ലേ, കിട്ടിയോ? കണ്ടോ, അവിടെ വരും. അതിൽ ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താക്കുക, അതിൽ ഇൻവൈറ്റ് ഓൺലിയിൽ പോവുക, അതായത് നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക, അതായത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുക, അവിടെ ഇൻവൈറ്റ് ഓൺലി ഉണ്ടാവും. ഇൻവൈറ്റ് ഓൺലിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചാർട്ടിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് വരും. ഓക്കെ അല്ലേ, എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയോ? ടൂൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയോ? എല്ലാവർക്കും കിട്ടിയോ? യെസ്, യെസ്, യെസ്. ഇല്ല, നോ, നോ, ഇല്ല. യെസ്, യെസ്. മൊബൈലിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളെ മൊബൈലിൽ അവിടെ താഴെ ഒരു 3 ഡോട്ട് കണ്ടോ? 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെയുള്ള നിങ്ങളെ മൊബൈലിലുള്ള താഴെ ഡൗണിലുള്ള 3 ഡോട്ട് കാണിക്കും. അവിടെ ഈ ലൈനിൽ 3 ഡോട്ട് കാണിക്കും. ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കുറച്ച് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഡിക്കേറ്റേഴ്സിന് പറ്റി വരും. താഴെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാ. അവിടെ എന്താക്കുക, ഇൻവൈറ്റ് ഓൺലി ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റേഴ്സിൽ കാണും. യെസ്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പ്ലസ് പൾസ് ബൈ സ്റ്റാറ്റിക്സ് അൽഗോ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരും. ഈ നോ പറഞ്ഞ ആൾക്കാർ ഈ ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞ സാധനം നിങ്ങളിൽ ഉണ്ടോ? അത് ചെക്ക് ചെയ്തോ?
ആക്സസ് കിട്ടാത്തവർക്ക് ഇൻവൈറ്റ് ഓൺലി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കാണിക്കൂല. അതായത് ടൂളിന്റെ ആക്സസ് പ്രൊവൈഡ് ചെയ്യാത്തവർക്ക് ഈ ഇൻവൈറ്റ് ഓൺലി എന്ന് പറയുന്ന ഈ സെക്ഷൻ അവിടെ കാണൂല. ഫേവറേറ്റ് അതേപോലെ തന്നെ മൈ സ്ക്രിപ്റ്റ് മാത്രമേ അവിടെ നിങ്ങൾ കാണൂ. വേറൊരു സാധനം നിങ്ങൾ അവിടെ കാണൂല. ഈ നോ പറഞ്ഞ ആൾക്കാരെ ട്രേഡിംഗ് വ്യൂവിന്റെ ID എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യുക. ഞാൻ ഇവിടെ അത് ആക്സസ് കൊടുത്തിനോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാനാണ്. ട്രേഡിംഗ് വ്യൂവിന്റെ ID എടുക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മൊബൈലിൽ പോവാ. മൊബൈലിലാണെങ്കിൽ ജസ്റ്റ് മെനുവിലേക്ക് പോവാ. ഓക്കെ, നൗഷാദ്. നൗഷാക്ക് ഓൾറെഡി ആക്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. നൗഷാക്കിന് ഓൾറെഡി ഉണ്ട്. നൗഷാക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നൗഷാക്ക് മൊബൈലിലാണോ ലാപ്പിലാണോ ആക്സസ് കൊടുത്തിട്ടുണ്ട്. യെസ്, കൈ പൊന്തിക്കുന്നുണ്ട്. കൈ പൊന്തിക്കുന്നവർക്ക് ചാറ്റിൽ തന്നെ വരാം. ചാറ്റിൽ വരാം. മൈക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോയ്സ് ഉണ്ടാവും. നൗഷാക്ക് മൊബൈലിലാണെങ്കിൽ അത് ഒന്ന് ഫുള്ള് ക്ലിയർ അടിക്കുക, ഫുള്ള് ഒന്ന് ബാക്ക് അടിക്കുക, മൊബൈലും കാര്യങ്ങളും ഫുൾ ബാക്ക് അടിക്കുക, ഒന്നും കൂടി ലോഗിൻ ചെയ്യുക, ഒന്നും കൂടി ജോയിൻ ചെയ്യുക, ഒന്ന് എല്ലാം കളഞ്ഞിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യുക. ഇത് റെഡിയാക്കിയിട്ടേ തുടങ്ങും സെക്ഷൻ. പറയാനുള്ള റീസൺ അത് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ്, സിസ്റ്റം എന്താണെന്ന് മനസ്സിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ തുടങ്ങും ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ആക്സസ് കിട്ടിയതിന് ശേഷം തുടങ്ങും. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് അത് എല്ലാവർക്കും ആയതിനു ശേഷം തുടങ്ങും. ഒന്നും കൂടി പറഞ്ഞുതരാം. മൊബൈലിലാണെങ്കിൽ നിങ്ങൾ അവിടെ താഴെ സ്ക്രീനിന്റെ മൊബൈൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നിങ്ങൾ മൊബൈൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ചാർട്ട് ഇതേപോലെ സ്ക്രീൻ വരും. ചാർട്ടിലേക്ക് പോവാ. അവിടെ ഏറ്റവും താഴത്തെ ലൈൻ, അതായത് ഇവിടെ കുറേ ലൈൻ കാണുന്നത്, ഈ താഴത്തെ ലൈൻ കണ്ടോ? ഇവിടെ ഞാൻ സ്വൈപ്പ് ചെയ്യുന്നതിൽ ആ 3 ഡോട്ട് നിങ്ങൾ മൊബൈൽ ചരിച്ച് നിങ്ങൾ നേരെ പിടിക്കുന്ന സമയം അവിടെ 2 ഡോട്ടാണ് കാണല്. അതെന്താക്കുക, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ അവിടെ ഒരു ലാബിൽ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് വരും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയം അവിടെ ഒരു ഏരിയ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങൾ എന്താക്കുക, അതിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ നിങ്ങൾക്ക് കാണും. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ വരും. ആ ഇൻഡിക്കേറ്റർ ഓപ്പൺ ചെയ്യുക. ഇൻഡിക്കേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ഫേവറേറ്റ്, മൈ സ്ക്രിപ്റ്റ്, അതേപോലെ തന്നെ ഇൻവൈറ്റ് ഓൺലി. ഈ ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് അവിടെ അത് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്താക്കുക, ഇൻവൈറ്റ് ഓൺലി എന്ത് ചെയ്യുക, അവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എൻ്റർ ആവും. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് ആഡ് ആവും. ചാർട്ടിൽ ആ സാധനം ആഡായി വരും. ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ ചാർട്ടിൽ ആഡ് ആവും. ഓക്കെ ആണോ? യെസ്, നൗഷാദ് കിട്ടിയിട്ടുണ്ട്. ആഡായി. ഓക്കെ, ആഡ് ആവാതിരിക്കൂല, അത് ആഡ് ആവും. അപ്പോൾ അന്ന് എല്ലാവർക്കും അത് ഫസ്റ്റ് ഇനീഷ്യൽ സമയം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ആ ഒരു ഇത് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും അത് ആക്സസ് കിട്ടിയല്ലോ? എല്ലാവർക്കും കിട്ടിയില്ല ആക്സസ്? ഓക്കെ സാർ, ഗോൾഡ് സിഗ്നൽ വന്നിട്ടുണ്ടോ? ഗോൾഡ് സിഗ്നൽ ഒന്നും വന്നിട്ടില്ല. ഗോൾഡിന്റെ സിഗ്നൽ ഒന്നും ഇല്ല. നമ്മൾ ഇതിൽ സിഗ്നലിന്റെ ചർച്ചയല്ല, നമ്മൾ ഇതിൽ ടൂൾ ഇന്ററാക്ഷൻ കാര്യങ്ങളും എല്ലാം നമുക്ക് സിഗ്നൽ. ഇപ്പൊ നിലവിൽ സിഗ്നൽ ഒന്നുമില്ല. നിലവിൽ നമുക്ക് ഇവിടെ ഓൾറെഡി ഈ ഒരു ട്രേഡ് ഇവിടെ വന്ന ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 6:15 വന്ന ഒരു എൻട്രി ആണ്. അത് ഇവിടെ കംപ്ലീറ്റ് ആയിനത്ര
അടുത്തൊരു എൻട്രി ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ഇതുവരെയുള്ള ഇത് കംപ്ലീറ്റ് ആയല്ലോ എല്ലാവരും. നേരത്തെ നമ്മളെ ഗോൾഡ് എൻട്രി ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗോൾഡിന് ഞാനും എടുത്തിട്ടുണ്ടായ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. TP1 ആ ട്രേഡ് എക്സിറ്റ് ആയി. TP3 എത്തിയിട്ടില്ല. അവിടുന്ന് സ്ട്രോങ് സപ്പോർട്ട് വന്നു, അവിടുന്ന് എക്സിറ്റ് കാണിച്ചു, അവിടുന്ന് എക്സിറ്റ് ആയി മാർക്കറ്റ്. ഇവിടുന്ന് വന്ന എൻട്രി ഓൾമോസ്റ്റ് ഒരു TP1 വരെ കയറി ഇത് എക്സിറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, അപ്പോ ഇപ്പൊ നിലവിൽ എല്ലാവരും ഇതുവരെ എടുത്ത സാധനം ഓക്കെ ആയല്ലോ. അതിന്റെ കാര്യങ്ങൾ പറയാം. അത് ഓക്കെ അല്ലേ? ഇതുവരെ കാണിച്ചു തന്ന കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. മൊബൈലിൽ കാണിച്ചത് എല്ലാവർക്കും ടൂള് കിട്ടി അല്ലേ? ഇല്ലേ? ഇൻവൈറ്റ് ഒന്നും കാണുന്നില്ല. ഇൻവൈറ്റ് കാണാത്ത ആൾക്കാർ നിങ്ങളെ ട്രേഡിംഗ് വ്യൂവിന്റെ യൂസർ ID ഒന്ന് അയക്കാം. ഇൻവൈറ്റ് കാണാത്തവർ ട്രേഡിംഗ് വ്യൂവിന്റെ യൂസർ ID അയക്കാം. ട്രേഡിംഗ് വ്യൂവിന്റെ യൂസർ ID മൊബൈലിൽ എങ്ങനെയാണ് എടുക്കലെന്ന് കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം. മൊബൈലിലാണോ ലാപ്പിലാണോ? ഇത്ര ആൾക്കാർക്കും കിട്ടിയിട്ടില്ല. ഇതെല്ലാം ഇത്ര ആൾക്കാർക്കും ആക്സസ് കൊടുത്തിട്ടുണ്ടോ? ഇടക്ക് ആദ്യം ആക്സസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ആക്സസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയതായിരിക്കും. നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാനൊന്നുകൂടി കൊടുക്കുന്നുണ്ട് ആക്സസ്. ആദ്യം നസീം എന്ന് പറഞ്ഞ ഫസ്റ്റ് അയച്ചുന്ന ID. ഞാൻ ആക്സസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അയച്ചെന്ന പേര് ഞാൻ നോക്കുന്നുണ്ട്. ഓൾറെഡി ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഈ അയച്ചെന്ന നസി ഈ ആക്സസ് കൊടുത്തതാണ്. ഈ ഫസ്റ്റ് അയച്ചെന്ന ഈ ആക്സസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി കൊടുത്ത ഒരു ആക്സസ് ആണ് കാണിക്കുന്നത്. ഇതിൽ ആക്സസ് കൊടുത്തിട്ടുണ്ടോന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. ആക്സസ് കൊടുത്തതാണ് ഓൾറെഡി. ഫസ്റ്റ് അയച്ച നാളെ എല്ലാവരും ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലോഗൗട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ആക്സസ് കൊടുത്തതാണ്. ഞാൻ ഒന്നും കൂടി ആക്സസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളൊന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക. ആക്സസ് അവിടെ കൊടുത്തതാണ് എല്ലാവർക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയുള്ളവർക്ക് ഓക്കെ. രാഹുലിന് കിട്ടിയിട്ടില്ല. പുതിയ വന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പം ആക്സസ് നമ്മൾ കൊടുത്തതാണ്. രാഹുൽ, കുറെ ആൾക്കാരുണ്ടല്ലോ. ഉസ്മാൻ, ഈ ഫസ്റ്റത്തെ നമ്മൾ കൊടുത്താണ്. ഉസ്മാൻ, എല്ലാവർക്കും ആക്സസ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് എന്നാലേ എല്ലാവർക്കും തിരിയും. അല്ലെങ്കിൽ പകുതി ആൾക്കാർക്ക് തിരിയൂല, പകുതി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളത് കൊണ്ടാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനാണ്. ഓക്കെ, ഇത് കൊടുത്തു. ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുത്തത് ഞാൻ അതിലേക്ക് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. കൊടുത്ത ആൾക്കാരെ മൈക്ക് ഓപ്പൺ ചെയ്യൂല. മൈക്ക് ഓപ്പൺ ചെയ്യാത്തതല്ല, അതായത് നമുക്ക് ആൾക്കാർക്ക് ഇത് കൊടുക്കണം. അതുകൊണ്ടാണ് മൈക്ക് ഓപ്പൺ ചെയ്യാത്തത്.
ഒരാളെ ആക്സസ് അയച്ച കുറേ ആൾക്കാർക്ക് കിട്ടാത്തതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് കൊടുത്തു വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളിപ്പോൾ അയച്ചുന്ന എല്ലാ ഐഡിയിലും ഞാൻ കൊടുത്തിട്ട് കാണുന്നുണ്ട്. ഒന്ന് നിങ്ങൾ കൺഫേം ചെയ്ത് നോക്കാം. എല്ലാത്തിലും നിങ്ങൾ അയച്ചുന്ന എല്ലാ ഐഡിയിലും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ ചെക്ക് ചെയ്ത ഐഡിക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻവൈറ്റ് ഓൺലി, നിങ്ങൾ ഇതിലേക്ക് പോവാ, ഇൻവൈറ്റ് ഓൺലി സ്ക്രിപ്റ്റിലേക്ക് പോയി നോക്കാം. അവിടെ തന്നെ അത് ആഡ് ആയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, താഴെ കാണുന്ന ഈ ഇതിലേക്ക് ഞാനിപ്പോ ഇതിലേക്ക് ഇട്ട ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മൊബൈലിലാണോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏതിലാണ് കാണിച്ചിട്ടുണ്ടെന്ന് പറയാ. മൊബൈലിൽ നോക്കുന്നവർ മൊബൈലിൽ കാണിക്കാൻ പറയാം. ഞാൻ രണ്ടിലും കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ഒന്ന് ചാറ്റിൽ കാര്യങ്ങൾ പറയാം. ചാറ്റിൽ പറയാം, കാണിച്ചു തരാം. കാണിച്ചു തരുന്ന പ്രശ്നമില്ല, ഒന്ന് കാര്യങ്ങൾ പറയാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ തുടങ്ങിക്കൂടെ സെക്ഷൻ? ഓക്കെ, മൊബൈലിലും ലാപ്പിലും ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നേരെ ലാപ്പിലാണെങ്കിൽ ഇവിടെ ലാപ്പിൽ വന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പൺ ചെയ്യുക. ലാപ്പിൽ എടുക്കുന്നവർ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പൺ ചെയ്യുക. ലാപ്പിലാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ ഇൻവൈറ്റ് ഓൺലിയിൽ അത് ആഡ് ആയിട്ടുണ്ടാവും. അതിൽ നിന്ന് ജോയിൻ ചെയ്യുക, അതൊന്ന് എടുക്കുക. ഇൻവൈറ്റ് ഓൺലി എന്ന് പറഞ്ഞതിൽ അത് ആഡ് ആയിട്ടുണ്ടാവും. അവിടെ നിന്നാക്കുക, അത് എടുക്കുക. ഇൻവൈറ്റ് ഓൺലിയിൽ പോവുക, അവിടുന്ന് അത് എടുക്കുക. മൊബൈലിലാണെങ്കിൽ ആ മൊബൈലിൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതാണ്. ഞാൻ ഒന്നുകൂടി മൊബൈലിൽ കാണിച്ചു തരാം. മൊബൈലിൽ നിങ്ങളെന്നാകാം, മൊബൈലിൽ ഞാൻ ആപ്പ് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണുള്ളതാ. മൊബൈലിൽ പോവാ, ഇതാ മൊബൈലിൽ പോവാ, ചാർട്ടിലേക്ക് പോവാ. അവിടെ ഇതാ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ത്രീ ഡോട്ടിലേക്ക് പോവാ. ത്രീ ഡോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ഇൻഡിക്കേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇൻവൈറ്റ് ഓൺലി, അതിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ആക്സസ് എടുക്കാം. അപ്പം എല്ലാവർക്കും ആക്സസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഞാൻ. അതായത് നമുക്ക് തുടങ്ങണം സെക്ഷൻ. ഇതിങ്ങനെ കംപ്ലീറ്റ് സെക്ഷൻ തുടങ്ങണം. ബാക്കി ഇല്ലാത്തവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തായാലും കാര്യങ്ങൾ കണക്ട് ചെയ്ത് തരും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് പറയാം, സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് നാളെ മറ്റന്നൊക്കെ ഉണ്ട്, കണക്ട് ചെയ്യുക. നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? വോയിസും കാര്യങ്ങളും ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് എടുത്തു, കാര്യങ്ങൾ എടുത്തു. ഇനി അതിൽ ഇൻഡിക്കേറ്ററിൽ ഒരു കാര്യം നിങ്ങൾ മാറ്റേണ്ടത്, അതായത് ഇവിടെ മൊബൈലിലാണെങ്കിൽ ഓക്കെ നോട്ടിഫിക്കേഷൻ കണ്ട് കയറാം, കുഴപ്പമില്ല. നോട്ടിഫിക്കേഷൻ വരും, ആഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് അങ്ങനെ കയറാൻ പറ്റും. കിട്ടാത്തവർ കുഴപ്പമില്ല, നാളെ കണക്ട് ചെയ്ത് തരും, ഒരു പ്രശ്നമില്ല. നാളെ കണക്ട് ആക്കി തരും. ഒന്ന് പേഴ്സണലി ഒന്ന് ടീമായിട്ട് കണക്ട് ചെയ്താൽ നാളെ തന്നെ കണക്ട് ചെയ്ത് തരും. ഓക്കെ, നമുക്ക് ഇന്ന് ടൈം 9 മണിയായതാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ടൈം ഓൾമോസ്റ്റ് 9 മണിയായി. അപ്പോൾ 10 മണിയാകുമ്പോൾ അടുത്തൊരു എനിക്കൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇത് എന്നാക്കാനാണ്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് മുന്നേ ഇത് ഒന്ന്
ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും ഇൻഡിക്കേറ്റർ എടുത്താൽ ഇനി അതിൽ ചാർട്ടിലേക്ക് പോവാം. ക്യാൻഡിൽസിലേക്ക് പോവാം. ലാപ്ടോപ്പിലാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ക്യാൻഡിൽ ബാറിൻ്റെ അടുത്ത് അത് ഉണ്ടാവും, ക്യാൻഡിൽസിൻ്റെ ഇതുണ്ടാവും. അതിൽ പോയിട്ട് ഹൈക്കനാഷി ക്യാൻഡിൽസിലേക്ക് സ്വിച്ച് ചെയ്യാം. എല്ലാവരുടെ ചാർട്ടും നോർമൽ ക്യാൻഡിൽസിലാണ് ഉണ്ടാവല്. അവിടെ നിന്ന് ഇതാ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ മൊബൈലിൽ എങ്ങനെയാണ് എടുക്കലെന്ന് ഞാൻ കാണിച്ചു തരാം. മൊബൈലിൽ എടുക്കുന്ന ഒന്നും സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്. ഓക്കെ ഉണ്ട്. അപ്പോൾ ക്യാൻഡിൽസ് എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ യൂസേഴ്സിന് ഞാൻ മൊബൈലിൽ തന്നെ കാണിച്ചു തരും. ലാപ്ടോപ്പ് യൂസേഴ്സ് എന്താക്കാം, ലാപ്ടോപ്പ് തന്നെ എന്താക്കുക, വാച്ച് ചെയ്യാം. മൊബൈൽ യൂസേഴ്സ് നേരെ ഓക്കെ, മൊബൈൽ എടുത്തതിന് ശേഷം വീണ്ടും ആ 3 ഡോട്ട്, മൊബൈൽ യൂസേഴ്സ് വീണ്ടും ആ 3 ഡോട്ട് നോക്കി ഒന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൗണിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കും. ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ ചാർട്ട് ടൈപ്പ്, നിങ്ങൾക്ക് അവിടെ ചാർട്ട് ടൈപ്പ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ചാർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരും. ചാർട്ട് ടൈപ്പിൽ നിങ്ങൾ എടുക്കേണ്ടത് ഹൈക്കനാഷി എന്ന് പറഞ്ഞ ക്യാൻഡിൽസിലേക്ക് മാറ്റാം. ചാർട്ട് ടൈപ്പിൽ പോവുക, അവിടെ ഹൈക്കനാഷി എന്ന് പറഞ്ഞ ക്യാൻഡിൽസ് ഇൻസ്റ്റാൾ ചെയ്യാം. അവിടെ വെച്ച് വെക്കിയാൽ മതി. നോർമൽ ക്യാൻഡിൽ നിന്ന് നേരെ എന്താക്കുക, ചാർട്ടിൽ പോവുക, ഹൈക്കനാഷി എന്ന് പറഞ്ഞ ക്യാൻഡിൽ ഓണാക്കുക. ഓക്കെ അല്ലേ? യെസ്. പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യും കാര്യങ്ങൾ, നമുക്ക് ഫാസ്റ്റ് ആക്കാം. ഇതൊക്കെ റെഡിയാണ്. ആദ്യം ഈ ബേസിക് സ്റ്റാർട്ടിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കാര്യങ്ങൾ. അതാണ് സ്റ്റാർട്ടിങ്ങിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിട്ട് തന്നെ പോകുന്നത് എപ്പോൾ. ഓക്കെ, അതും ഓക്കെ ആയി, അതും ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അതും ഓക്കെ ആയി. ഓക്കെ, ആ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ടൈം ഫ്രെയിം എടുക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ഗോൾഡ് എടുത്ത് വെക്കുക. ഗോൾഡ് എങ്ങനെ എടുക്കുക, മൊബൈലിലും ലാപ്ടോപ്പിലാണെങ്കിൽ ഗോൾഡിലേക്ക് ഇവിടെ പോവാ. നിങ്ങൾ എന്താക്കുക, എല്ലാവരും ഗോൾഡ് ചാർട്ട് എടുക്കുക. ലാപ്പിലും മൊബൈലിലും ഞാൻ കാണിച്ചു തരാം. ലാപ്പിൽ എടുക്കേണ്ടവർ ആദ്യം കാണിച്ചു തരാം. ലാപ്ടോപ്പിൽ കാണുന്നുണ്ടല്ലോ സ്ക്രീന്? ഓക്കെ, ലാപ്പിൽ പോവാ, XAUSDT അടിക്കുക. എന്നിട്ട് ഏതിൻ്റെ ചാർട്ടാണ്? അല്ല, അധികം ആൾക്കാർ MT5 ആയിരിക്കും ചെയ്യുന്നത്. XAUSDT ഇത് അടിക്കുക. എന്നിട്ട് ഒവാണ്ട എന്ന് പറഞ്ഞ ചാർട്ട്. ഓക്കെ, ഒവാണ്ട എന്ന് പറഞ്ഞ ചാർട്ടായിരിക്കണം MT5 യൂസേഴ്സ് എടുക്കേണ്ടത്. MT5ൽ ട്രേഡ് കണക്ട് ചെയ്യുന്ന ട്രേഡേഴ്സ് എടുക്കേണ്ടത് ഒവാണ്ട എന്ന് പറഞ്ഞ ചാർട്ടാണ് നിങ്ങൾ അതിലെടുക്കുന്നത്. ഇതിലും അതേപോലെ തന്നെ ഈ പ്ലസ് ഐക്കണൊക്കെ മൊബൈലിലാണ്. XAU അതേപോലെ മൊബൈലിൽ ഒന്നാക്കുക. ഓവാണ്ട എന്ന് പറഞ്ഞ ചാർട്ട് എടുക്കുക, അത് ഓപ്പൺ ആക്കുക. ഓക്കെ, അത് ഓപ്പൺ ആക്കിയില്ല? എല്ലാവരും റെഡി അല്ലേ? ചാർട്ട് ഓപ്പൺ ആക്കിയില്ലേ എല്ലാവരും? മൊബൈൽ യൂസേഴ്സും മൊബൈലിൽ ചെയ്യുന്നവരും ഇതിൽ ചെയ്യുന്നവരും ഓപ്പൺ ആക്കിയല്ലോ ചാർട്ട്? യെസ്, ഓക്കെ, ഐക്കനാഷി ആക്കി ഓപ്പൺ ആക്കി. അപ്പോൾ എല്ലാവരും 1-2 ആൾക്കാർക്കാണ് ടൂള് ഇത് കിട്ടാത്തത്. ഞാൻ ക്ലിയർ ആക്കി കൊടുക്കും. നാളെ ഞാനത് സെക്ഷനിൽ കൊടുക്കും. എന്താണ് വൺസ് ഫോർ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്? ഇതെടുക്കുന്നതാണോ? കോയിൻ സെലക്ട് പോയിന്റതാണോ കോയിൻ എടുക്കുന്നതാണോ കാണിച്ചു തരേണ്ടത്? ഹൈക്കനാഷി ലാപ്ടോപ്പിലാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ചാർട്ട് ടൈപ്പ് ഇവിടെ തന്നെ കാണിക്കും. ക്യാൻഡിൽ ടൈപ്പ് ചാർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ കാണിക്കും. ഹൈക്കനാഷി ക്യാൻഡിൽസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. മൊബൈലിലാണെങ്കിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. യെസ്, മൊബൈലിലാണെങ്കിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതായത് ഒന്നുകൂടി കാണിച്ചു തരാം. മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക.
മൊബൈലിൽ 3 ഡോട്ട് ഇതിൽ കാണുന്ന മൊബൈൽ സ്ക്രീനിൽ കാണുന്ന ഈ 3 ഡോട്ടാണ് നിങ്ങളിൽ ഉണ്ടായാലും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് വരും നിങ്ങൾക്ക് ഇതേപോലെ ചാർട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ കാണിക്കും. ചാർട്ട് ടൈപ്പ് നിങ്ങൾക്ക് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ കാണിക്കും. അതാണ് എടുക്കേണ്ടത്. മൊബൈലിൽ ചാർട്ട് ടൈപ്പിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, അവിടെ ഹൈക്കനാശി കാൻഡിൽസ് എടുക്കാം. ഓക്കെ, ഹൈക്കനാശി കഴിഞ്ഞ് എടുത്തു. ഓക്കെ, മൊബൈലിൽ കണക്റ്റ് ആകാത്തവർക്ക് നാളെ ഞാൻ എടുത്തു തരും, സെറ്റ് ചെയ്ത് തരും. കുഴപ്പമൊക്കെ ടെൻഷൻ ആവണ്ട, എടുത്തു തരും. കോയിൻ എടുക്കേണ്ടത് ഇതാ ഇതിൽ പോവാം. ലാപ്ടോപ്പിലാണെങ്കിൽ ഇവിടെ ഈ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ പോവുക, അവിടെ കോയിൻ കൊടുക്കുക. ഓണ്ട എന്ന് പറഞ്ഞ XAUSDT അടിക്കുക, ഓണ്ടന്റെ ചാർട്ട് എടുക്കുക. ഓണ്ട എന്ന് പറഞ്ഞ ചാർട്ട് എടുക്കുക. മൊബൈലിലാണെങ്കിൽ ഇവിടെ വാച്ച് ലിസ്റ്റിൽ പോവുക, ആ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ റൈസിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അവിടെ XAUSDT അടിക്കുക, ക്ലിക്ക് ചെയ്യുക, ഓണ്ടാന്റെ ചാർട്ട് എടുക്കുക, ഓപ്പൺ ആക്കുക. ഓക്കെ, മൊബൈലിലും എടുത്തു, നമ്മൾ ലാപ്പിലും എടുത്തു. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എങ്ങനെയാണ് എല്ലാവരും ഗോൾഡിന്റെ ചാർട്ട് എടുത്തു. ഇനി ഇതിൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഒരു $100 പേപ്പർ ട്രേഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നെക്സ്റ്റ് അതാണ് $100 പേപ്പർ ട്രേഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യലാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല് എല്ലാവരും ഒരു പേപ്പർ ഡെമോ അക്കൗണ്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഈ ആദ്യം ലാപ്പിൽ ചെയ്യുന്നവർ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇനി ഫാസ്റ്റ് ആക്കും കാര്യങ്ങൾ. എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുക. പേപ്പർ ട്രേഡിൽ ഇതിൻ്റെ റെക്കോർഡ് എന്തായാലും കിട്ടും. ഈ പേപ്പർ അതായത് ഡെമോ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവിടെ ടോപ്പിൽ ലാപ്ടോപ്പിൻ്റെ ടോപ്പിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ ട്രേഡ് ക്ലിക്ക് ചെയ്യുക, പേപ്പർ ട്രേഡ് ക്ലിക്ക് ചെയ്യുക, കണക്ട് ചെയ്യുക. പേപ്പർ ട്രേഡ് ക്ലിക്ക് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. നേരെ എന്താക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ വരും. അവിടെ എന്താക്കുക, താഴേക്ക് കൊടുക്കുക, അവിടെ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ടിൽ പോവുക. അവിടെ എന്താക്കുക, ഈ എമൗണ്ട് 100 ആക്കുക, ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഒരു പേര് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, അതിനെ ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, ഒരു പേര് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഇതിൽ പോവുക, ഇവിടെ എന്താക്കുക, ഇതിലേക്ക് പോവുക, ഇവിടെ കാണിക്കും. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഒരു $100 ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക. അടുത്ത മൊബൈലിൽ ചെയ്യുന്ന കാണിക്കും. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇതാക്കുക. മൊബൈലിൽ ഇവിടെ ഈ ഒരു ഏരോ ഉണ്ടോ, ഡൗണിലേക്കും അപ്പിലേക്കും ഒരു ഏരോ മാർക്ക് കാണുന്നതാണ്. അതായത് പെൻസിൽ ടൂള്, ഇൻഡിക്കേറ്റർ ടൂള്, ഇവിടെ ഒരു ഏരോ മാർക്ക് ഇതാ, ഈ ഏരോ. ഓക്കെ, ഏരോ മാർക്കിൽ പോവുക. അതായത് മേലിലേക്കും താഴേക്കും ഒരു ഏരോ മാർക്ക് ഉണ്ട് അവിടെ. ആ ഏരോ മാർക്കിലേക്ക് നിങ്ങൾ പോവുക. അവിടെ പേപ്പർ ട്രേഡ് എന്നാക്കുക, കണക്ട് ചെയ്യുക. ഒരു രീതിയിൽ വരും. ഇതിൻ്റെ ഈ ഐക്കൺ, ഇവിടെ ഉള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേപ്പർ ട്രേഡ് എന്നാക്കുക, അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക. സെയിം മെത്തേഡിൽ എന്നാക്കുക, ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ ഒരു പേര് കൊടുക്കുക, എന്താണ് കൊടുക്കേണ്ട പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, അതും ചെയ്തു എല്ലാവരും. ഓക്കെ, അല്ല ഫാസ്റ്റ് ആക്കുക. നമുക്ക് ഫാസ്റ്റ് ആക്കാം. അതായത് ഫാസ്റ്റ് ആക്കാന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലായത് കൊണ്ട് കുറച്ച് ആൾക്കാർക്ക് കാര്യങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ട് തന്നെ പോകാനുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി സ്റ്റാർട്ടായാലേ ബാക്കിയുള്ളവർ തിരക്കില്ലവർക്ക് ഇതിൻ്റെ റെക്കോർഡ് എന്തായാലും കിട്ടും. നമുക്കത് അങ്ങനെ പഠിക്കണം, ആ രീതിയിൽ കൊടുത്താലേ ഇത് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മളായി. ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ 95% നോർമൽ നിങ്ങൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നോർമൽ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ടൂൾ എന്ന് പറയുന്നത് മാർക്കറ്റിലെ 95% കാര്യങ്ങളും അവിടെ നമുക്ക് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കാണ്. അതായത് മാർക്കറ്റിൽ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡർ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാർക്കറ്റിൽ കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നത്, ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ വാച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങളിവിടെ പഠിക്കേണ്ടത് മേജറായിട്ടുള്ള ഒന്നാണ് ഈ ബോക്സ്, ഈ 12 ബോക്സ്, ഈ ബോക്സിലുള്ള 12 കാര്യങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ജസ്റ്റ് ഒരു മാർക്കറ്റിൽ ഇവിടെ ഒരു സ്ട്രോങ് ബൈ വന്നു. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് തന്നെ എന്താക്കാം, സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ.
ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന് എടുക്കാം. സ്ക്രീൻ കാണുന്നില്ല, ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട് സ്ക്രീന്. ഓക്കെ, ഇപ്പോൾ ഓക്കെ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് പറയാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ ഇൻഡിക്കേറ്റർ ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് മാർക്കറ്റിലെ അനാലിസിസ് സോഫ്റ്റ്വെയർ ആണ്. മാർക്കറ്റിലെ കാര്യങ്ങൾ അനാലിസ് ചെയ്യുക. അതായത് ഒരു 10 വർഷം എക്സ്പീരിയൻസുള്ള ട്രേഡർ, നിങ്ങൾ ഇതിൽ കുറേ ബിഗിനേഴ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇനീഷ്യലി ഫസ്റ്റ് ടൈം മാർക്കറ്റിൽ വരുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇവിടെ ഫസ്റ്റ് മാർക്കറ്റിൽ വരുന്ന സമയം ഈ കാര്യങ്ങളൊക്കെ, മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണ്, കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ മാനുവലി വരച്ച് വേണം. അതായത് അതിനുള്ള പല ടൂളുകളാണ് ഇവിടെ ഉള്ളത്. ഈ ടൂളുകളൊക്കെ എടുത്ത് മെല്ലനെ എന്നാക്കണം, മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കണം. അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്, ഇതൊക്കെ മാനുവലി ചെയ്ത് നിങ്ങൾ ഈ മാനുവലി ചെയ്യുന്ന എല്ലാ പണിയും നമ്മൾ ടൂള് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കണം ആയിക്കോട്ടെ, മാർക്കറ്റിൽ എന്താണ് കണ്ടീഷൻ, അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, മാർക്കറ്റിൽ കോർപ്പറേറ്റ് ആണോ, റീറ്റെയിൽ ട്രേഡേഴ്സ് ആണോ, ഇതൊക്കെ മാനുവലി നോക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ മുഴുവൻ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. അതിനി ഒരു ബിഗിനറായി ഇന്ന് ട്രേഡിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഓൾറെഡി ഒരു 10 വർഷം 20 വർഷം മാർക്കറ്റ് ഫീൽഡിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ മെഷീൻ എങ്ങനെ, സോഫ്റ്റ്വെയർ എങ്ങനെ റൺ ചെയ്യുക എന്നുള്ള ഏരിയ മാത്രം നിങ്ങൾ കവർ ചെയ്യുക. ബാക്കി കാര്യങ്ങളിലൊന്നും നിങ്ങൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇംപ്ലിമെൻറ്റും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ നിങ്ങളിത് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലാസ്റ്റ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ വന്ന കാര്യങ്ങൾ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഗോൾഡിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ വന്ന കാര്യങ്ങൾ വെച്ച് തന്നെ എന്നാക്കാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായ കാര്യങ്ങൾ എന്താണ്, മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്, സിസ്റ്റം എന്താണെന്ന രീതി തന്നെയാണ് നമ്മളിപ്പോൾ എന്താക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ഞാൻ കാണിച്ചു തരാം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ഏരിയ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇന്ന് 17-ാം തീയതി. ഓക്കെ, 17-ന് മാർക്കറ്റ് ഓപ്പണിംഗ് ആകുന്നു. 18-ാം തീയതിയാണ്, ഇവിടെയാണ് 18-ാം തീയതി. 18-ാം തീയതിയാണ് മാർക്കറ്റ് ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത്, ഇന്നത്തെ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടായ ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ, ഇന്ന് മാർക്കറ്റിൽ ഇവിടെയാണ് ഒരു സ്ട്രോങ് ബൈ. ഇന്ന് മാർക്കറ്റ് കണ്ടീഷനാണ്. ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു മാർക്കറ്റിൽ, നമുക്ക് നല്ല ഒരു സ്ട്രോങ് ബൈ നമുക്ക് രാവിലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറേ മൾട്ടിപ്പിൾ എൻട്രീസ് മാർക്കറ്റിലുണ്ട് പല രീതിയിൽ. നിങ്ങൾ മാർക്കറ്റിൽ കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ കാണുന്നുണ്ടാവും, സ്ക്രീനിൽ പല കാര്യങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പം ആദ്യം ഈ ബോക്സിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഒരു എൻട്രി വരുന്ന സമയം, ഇപ്പം മാർക്കറ്റിൽ ഒരു ബൈ എൻട്രി വന്നു. ഒരു ബൈ എൻട്രി ഇവിടെ ഇങ്ങനെ ഫോം ചെയ്ത് വരണമെങ്കിൽ അതിന് 50% വിന്നിങ് റേഷ്യോ ആണ്. അതായത് ഇവിടെ ഇങ്ങനെ ഒരു ബൈ ഫോം ചെയ്ത് വരുന്നതിന് 50% വിന്നിങ് റേഷ്യോ. ആ ട്രേഡ് 50-50 ആണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു സിഗ്നലിൽ മാത്രം നോക്കി ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 50% കൺഫർമേഷൻ ആ സിഗ്നലിലുണ്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഈ സിഗ്നൽ മാത്രം നോക്കുന്നു, ഈ സിഗ്നൽ വരുമ്പോൾ അവിടെ എൻട്രി ആവുന്നു, അവിടെ എന്താകുന്നു, കാര്യങ്ങൾ എക്സിറ്റ്, ആ രീതിയിലാണെങ്കിൽ 50% കൺഫർമേഷൻ കിട്ടും. ബാക്കിയുള്ള 50% കൺഫർമേഷൻ എടുക്കേണ്ട, മാർക്കറ്റിന്റെ കണ്ടീഷൻ എടുക്കേണ്ട, പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്, ഈ ബോക്സിലാണ്. അപ്പോൾ ഒരു എൻട്രി വരുന്ന സമയം, ഓക്കെ, ഞാൻ ഒരു 1 മിനിറ്റിൽ ഇട്ടിട്ട് കാണിച്ചാൽ ഒരു എൻട്രി, ഇപ്പോൾ ഇവിടെ ഒരു സെൽ എൻട്രി വന്നു. ഒരു സെൽ എൻട്രി വരുന്ന സമയം ഇപ്പം എന്താണ്, ഒരു സ്ട്രോങ് സെല്ല് വന്നു മാർക്കറ്റിൽ. ഈ ബോക്സിൽ ഇപ്പം എന്തൊക്കെയാണ്, ഒന്ന് ബിയറിഷ് ആണ്, ഒന്ന് മാർക്കറ്റ് സ്റ്റാറ്റസ് ആണ് ഫസ്റ്റ് കോൾ ഉള്ളത്, HTF ട്രെൻഡ് ആണ്, MM സെന്റിമെന്റ്സ് ആണ്, ST ആക്ഷൻ ആണ്, വോളിയം പ്രഷർ ആണ്, വെയിൽ ആക്ട് ഉണ്ട്, റിസ്ക് സ്കോർ ഉണ്ട്, സേഫ്റ്റി ഗാർഡ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു 12 ഇപ്പം ഇവിടെ മാർക്കറ്റ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ബോക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം എന്താകേണ്ടത്, നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, നമ്മൾ PDF കാണുന്നുണ്ടല്ലോ, നമ്മളെ PDF എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. യെസ്, PDF കാണുന്നുണ്ട്. ഈ PDF അയച്ചു തരും, എല്ലാവർക്കും PDF അയച്ചു തരും, നമ്മളെ ടീം അയച്ചു തരും. യെസ്, ഇതാണ് നമ്മളെ അതിലുള്ള, അതായത് ഞാൻ ഇതിൽ പറഞ്ഞ ഈ ബോക്സിൻ്റെ, ഇതിൽ നിങ്ങളെല്ലാവരും സ്ക്രീനിൽ ഉണ്ടാകുന്ന ഈ ബോക്സാണ്
എല്ലാവർക്കും ഈ സ്ക്രീൻ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ റൺ ചെയ്യിക്കുന്ന മദർ ബോർഡാണ് ഈ ബോക്സ്. അപ്പോൾ ഈ ബോക്സിലാണ് നമ്മൾ ഇതിന്റെ മാർക്കറ്റിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എന്നാക്കുന്നത് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ബോക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയി പഠിക്കുന്നത്. നിങ്ങൾ ഈ ബോക്സിനെ പറ്റി മാത്രമാണ് ഇന്ന് നമ്മൾക്ക് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പം ഈ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ, അതായത് ട്രേഡ് എന്ന് കൂട്ടുണ്ടാവും ഒരു എൻട്രി. ഇതിൽ ബിഗിനേഴ്സ് ആയ ആൾക്കാരൊക്കെ ടെക്നിക്കൽ വേർഡൊന്നും ഞാൻ ഉപയോഗിക്കൂല, നോർമൽ എല്ലാവർക്കും തിരിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരും. അതായത് ഒരു എൻട്രി ഇവിടെ വരുന്നു, ഓക്കെ, സെല്ലാണെങ്കിൽ താഴേക്ക്, ബൈ ആണെങ്കിൽ മേലിലേക്ക്. അപ്പോൾ ഈ ഒരു സെല്ല് വെറുതെ വരൂല. മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും സിസ്റ്റം ബാക്ക് എൻഡിൽ നിന്ന് റോബോട്ടിക് സിസ്റ്റം അനാലിസ് ചെയ്തുകൊണ്ടാണ് ഒരു എൻട്രി. നിങ്ങളിപ്പോൾ ഈ സെല്ല് വന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ അതിന് 50% വിന്നിംഗ് റേഷ്യോ, 50-50 ചാൻസ് ആണ് ഇത് മാത്രം നോക്കിയെടുക്കുന്ന ഒരാളുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 50% ഒരു 35% ഇതിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെ വന്നാൽ ട്രേഡ് എടുക്കാം, എന്തൊക്കെ വന്നാൽ ട്രേഡ് എടുത്തുകൂടാ എന്നുള്ളതാണ്. ബൈ എടുക്കാം, എന്തൊക്കെ വന്നാൽ സെല്ല് എടുത്തുകൂടാ എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ. നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ ആ ബോക്സിൻ്റെ യൂസർ മാനുവലാണിത്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൽ നോക്കേണ്ടത്, എന്താണ് അതിൽ കൊടുക്കുന്ന, എന്താണ് കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളായി നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടാണ്. നമുക്ക് ടോട്ടൽ അതിൽ 12 ഡാഷ്ബോർഡാണ്, 12 കോളാണ് നമ്മൾ അതിലുള്ള ബോക്സിലുള്ളത്. 12 കോളം. ഫസ്റ്റ് കോളത്തിലുള്ളത് മാർക്കറ്റ് സ്റ്റാറ്റ് ഇതാണ്. അതേപോലെ തന്നെ സെക്കൻഡ് കോളത്തിൽ HTF ട്രെൻഡ് ആണ്. തേർഡ് കോളത്തിലുള്ളത് സെന്റിമെന്റ്സ് ആണ്, ST ആക്ഷൻ. ഫോർത്ത് കോളത്തിൽ ST ആക്ഷൻ ആണ്. ഫിഫ്ത്ത് കോളത്തിൽ വോളിയം പ്രഷർ ആണ്. സിക്സ്ത് കോളത്തിൽ വെയിൽ ആക്ട് ആണ്. 7th കോളത്തിൽ റിസ്ക് സ്കോർ ആണ്. 8th കോളത്തിൽ സേഫ്റ്റി ഗാർഡ് ആണ്. ഈ ഫസ്റ്റിലെ 8 സിസ്റ്റം എന്ന് പറയുന്നത് ഇത് മാർക്കറ്റ് സ്റ്റാറ്റസ് ആണ്. മാർക്കറ്റിന്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന മാർക്കറ്റിന്റെ ഒരു കാര്യങ്ങൾ നോക്കുന്നതാണ് ആ ബോക്സിൽ ആദ്യത്തെ 8 ഡിപ്പാർട്ട്മെന്റ്. അതിന് താഴെയുള്ള ബാക്കിയുള്ള 9ാമത്തെ ഡിപ്പാർട്ട്മെന്റ് സെഡ് സ്കോർ ആണ്. 10ാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഡോം ആണ്. 11ാമത്തെ ട്രാപ്പ് ചെക്ക് ആണ്. 12ാമത്തെ ഡെൻസിറ്റി. ഇത് അതിൻ്റെ ഈ 4 സിസ്റ്റം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസ് ബോക്സ് ആണ്. അതായത് മാർക്കറ്റിൽ എന്ത് കാര്യങ്ങൾ, ട്രാപ്പ് ആയിക്കോട്ടെ, മാർക്കറ്റ് മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെ എന്ത് കാര്യം ഇവിടെയാണ് അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ. അങ്ങനെ ടോട്ടൽ 12 സിസ്റ്റമാണ് അതിലുള്ളത്. അതിലുള്ള കൊടുത്തിട്ടുള്ള ഓരോ സിസ്റ്റം എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൽ കുറേ കാര്യങ്ങൾ മാറി മാറി കാണിക്കും. ഓരോ ബോക്സിലും കാണിക്കുന്ന കാര്യങ്ങൾ വരും, മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പം ആദ്യത്തെ ഇതിലുള്ളതാണ് മാർക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറയും. ഓക്കെ, മാർക്കറ്റ് സ്റ്റാറ്റസിൽ വരുന്നത് ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ് മാർക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പം മാർക്കറ്റ് സ്റ്റാറ്റസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 2 കാര്യങ്ങളാണ് നിങ്ങൾ വാച്ച് വരുത്ത്. ഒന്നെങ്കിൽ അവിടെ ബുള്ളിഷ്, അതല്ലെങ്കിൽ അവിടെ ബിയറിഷ്. ഇവിടെ ഇതിൽ കാണുന്ന ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ് ഒന്നെങ്കിൽ ബുള്ളിഷ്, അതല്ലെങ്കിൽ ബിയറിഷ്. ഇത് 2 മാത്രമാണ് ഈ ഒരു കോളത്തിൽ നിങ്ങൾ കാണൽ. ഒന്നെങ്കിൽ ബുള്ളിഷ് വരും, അല്ലെങ്കിൽ ബിയറിഷ് വരും മാർക്കറ്റ്. ഇവിടെ ഒരു ബൈ എൻട്രി വന്നാൽ ഇവിടെ ബുള്ളിഷാണ്, അതാണ് മാർക്കറ്റ് സ്റ്റാറ്റസ്. ആ 2 അവിടെ നിങ്ങൾ ഫോം ചെയ്തിട്ട് കാണും, വേറെ ഒന്നും അവിടെ കാണൂല. ഓക്കെ, അതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ? ഓരോന്നും ഓക്കെ ആക്കി തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഓക്കെ ആണോ? യെസ്. കുറേ ഒരുമിച്ച് പറഞ്ഞിട്ട് അതിൽ കുറച്ച് ഓക്കെ ആക്കി നടന്നാൽ കുറച്ച് ഓക്കെ ആക്കി ഓരോന്ന് ഓക്കെ ആക്കിയിട്ട് പോകാം. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ സാധനം ഓക്കെയാണ്. അതിൽ വരുന്ന മാർക്കറ്റ് സ്റ്റാറ്റസ് വരുന്ന കാര്യം, യെസ്, അതാണ് മാർക്കറ്റ് സ്റ്റാറ്റസിൽ വരുന്നത്. രണ്ടാമത്തതിലുള്ളത് HTF ട്രെൻഡാണ്. HTF ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് HTF ട്രെൻഡ്? ഓക്കെ, എന്താണ് നമുക്ക് HTF ട്രെൻഡ്? HTF ട്രെൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ. അതായത് HTF ട്രെൻഡിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ട്രെൻഡ്, അതായത് നിലവിൽ നമ്മൾ ചെയ്യേണ്ട 5 മിനിറ്റിലാണ് എൻട്രി എടുക്കേണ്ടത്. എല്ലാവരും 5 മിനിറ്റിൽ മാത്രമാണ്. 5 മിനിറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഹയർ ടൈം ഫ്രെയിം, അതായത് 5 മിനിറ്റ് എടുക്കുന്ന ഒരാൾ 50 മിനിറ്റ്, ആ 50 മിനിറ്റ് ആയിട്ട് എന്താക്കണം, മാർക്കറ്റ് അലൈൻഡ് ആവണം ട്രെൻഡ്. അതായത് 5 മിനിറ്റിൽ ട്രെൻഡ് എന്താകുന്നു, ബുള്ളിഷ് പറയുന്നു. 50 മിനിറ്റിൽ ബിയറിഷ് ആണെങ്കിൽ അത് ട്രെൻഡ് അലൈൻഡ് അല്ല, അത് കോൺഫ്ലിക്റ്റ് ആയി. അപ്പം
ആ ഒരു ബോക്സിൽ നിങ്ങൾ കാണിക്കൽ ഒന്നെങ്കിൽ ട്രെൻഡ് അലൈൻഡ് ആവും, അതല്ലെങ്കിൽ ട്രെൻഡ് കോൺഫ്ലിക്റ്റ് ആവും. ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഇവിടെ നോക്കുന്ന സമയം ട്രെൻഡ് അലൈൻഡ് ആണ്. HTF ട്രെൻഡിന്റെ ബോക്സിൽ ട്രെൻഡ് അലൈൻഡ് ആണ്. ഇത് 1 മിനിറ്റിന്റെ ചാർട്ടാണ്. ഞാൻ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനല്ല, അതിന്റെ ആക്യൂറസി കാണിക്കാനാണ് ഈ 1 മിനിറ്റിൽ ഇടുന്നത്. നമുക്ക് അതിലെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ട് ഇത് അലൈൻഡായി? ഇതിപ്പോൾ 5 മിനിറ്റിൽ എടുക്കുന്ന സമയം നമ്മൾ 5 മിനിറ്റിലാണ് ട്രേഡ് എടുക്കേണ്ടത്. 5 മിനിറ്റിൽ ഇപ്പോൾ അലൈൻഡ് തന്നെയാണ്. ഓക്കെ, 5 മിനിറ്റ് 50 മിനിറ്റിൽ പോകുന്ന സമയം അവിടെ എന്താണ്? ബൈ എൻട്രി തന്നെയാണ്. ഇതുവരെ സെൽ എൻട്രി വന്നിട്ടില്ല, എല്ലാത്തിലും ബൈ എൻട്രി തന്നെയാണ്. ഇനി അത് കോൺഫ്ലിക്റ്റ് ആവൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 മിനിറ്റിലും, അതായത് 5 മിനിറ്റിൽ ബൈയും അതേപോലെ തന്നെ 50 മിനിറ്റിൽ സെല്ലാണെങ്കിൽ ഇവിടെ റെഡിൽ അത് കോൺഫ്ലിക്റ്റ് ആവും. അപ്പം ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് രണ്ട് മാർക്കറ്റ് അലൈൻഡ് അല്ലാതെ നിൽക്കുമ്പോൾ നമുക്കൊരു ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ ഒരാൾ അതിനും കൂടുതൽ ടൈം ഫ്രെയിം എടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ 1 അവർ നോക്കുന്ന സമയം, ഓക്കെ, 1 അവറും 4 അവറും അലൈൻഡ് ആണ്. മാർക്കറ്റ് ഫുള്ളി ഇപ്പം എന്താണ്? അലൈൻഡ് ആയി നിൽക്കുകയാണ്. മാർക്കറ്റ് ഒരു ബൈ ട്രെൻഡിലേക്ക്, അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു അലൈൻഡ് ഫോമിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, അതാണ് HTF ട്രെൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് അലൈൻഡ് ആണ്, അതായത് മാർക്കറ്റ് ട്രെൻഡ് മനസ്സിലാക്കേണ്ടതാണ് HTF ട്രെൻഡ്. അതായത് ബുള്ളിഷിലേക്കാണെങ്കിലും ബിയറിഷിലേക്കാണെങ്കിലും രണ്ട് എൻട്രി ഉണ്ടാവും. ഒന്നുകിൽ ബുള്ള് അല്ലെങ്കിൽ ബിയർ, ഒന്നുകിൽ മേലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. ഈ രണ്ടിലേക്ക് വരുമ്പം മാർക്കറ്റ് അലൈൻഡ് ആണെങ്കിൽ അതൊരു നല്ലൊരു സൂചനയാണ്. ആ എൻട്രിക്ക് നല്ലൊരു സൂചനയാണ് ആ എൻട്രി എടുക്കുക. അതായത് രണ്ടാൾക്കാരും പറയാണ് മേലേക്ക് പോയിക്കോ എന്നുള്ളത്. അപ്പം നമുക്ക് പ്രശ്നമില്ല. അപ്പം അത് അലൈൻഡ് ആയോ എന്നുള്ളത് എന്നാകണം നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു എൻട്രി എടുക്കുന്നതിന് മുന്നേ അത് അലൈൻഡ് ആണോ അല്ലയോ എന്നുള്ളത് നിർബന്ധമായി ചെക്ക് ചെയ്യാം. അതാണ് HTF നമ്മളെ എന്താ പറയുക ട്രെൻഡിൻ്റെ വരുന്നത്. അതൊക്കെ അല്ലേ HTF ട്രെൻഡ് എന്താണെന്നുള്ളത്? മാർക്കറ്റിന്റെ ട്രെൻഡ് അലൈൻഡ് ആക്കാനുള്ളതാണ് HTF ട്രെൻഡിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തുണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ എന്തായാലും ചോദിക്കാൻ വേണ്ടി എന്തായാലും മൈക്ക് ഓപ്പൺ ആക്കി തരും. അതേപോലെ തന്നെയാണ് തേർഡ് സെക്ഷൻ, സെന്റിമെന്റ്സ്. അതായത് ഇതാണ് മൂന്നാമത്തെ കോളത്തിലുള്ളത്. അവിടെ അതായത് അവിടെ മാർക്കറ്റിന്റെ ബിഹേവിയേഴ്സിനെയാണ് അവിടെ എന്താക്കുന്നത്, എന്ത് പർപ്പസ് ആണെന്നുള്ളത്. മാർക്കറ്റ് ബിഹേവിയേഴ്സ് ആണ് നിങ്ങൾ അതിൽ എന്താക്കുന്നത്, കാണുന്നത്. എന്തൊക്കെ മാർക്കറ്റിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. സെന്റിമെന്റ്സിൽ ഒരു ബുള്ളിഷ് ആണെങ്കിൽ, മാർക്കറ്റ് ഒരു ബുള്ളിഷ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ അവിടെ ബാക്കിയൊക്കെ പോസിറ്റീവ് തന്നെയാണ്. അവിടെ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാണ് ഉണ്ടാവല്. മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ അവിടെ എന്താണ്, ഇവിടെ ബുള്ളിഷ് ആണ് മാർക്കറ്റ്. ഇവിടെ ഇപ്പം എന്താണുള്ളത്, സെന്റിമെന്റ്സിൽ അക്യുമുലേഷൻ ആണ്. അപ്പോൾ അത് ഓക്കെ, ബുള്ളിഷിലേക്കുള്ള പോസിറ്റീവ് തന്നെയാണ്. അക്യുമുലേഷൻ തന്നെയാണ് അവിടെ വേണ്ടത്. ബുള്ളിഷായി നിൽക്കുന്ന സമയം അക്യുമുലേഷൻ തന്നെയാണ് അവിടെ വേണ്ടത്. ഇനി അഥവാ അത് ബുള്ളിഷിലായി നിൽക്കുന്ന സമയം ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ബിയറിഷിൽ ഉണ്ടാകുമ്പോഴാണ്. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ. ബിയറിഷിൽ ഉണ്ടാകുമ്പോൾ അവിടെ എന്തായിരിക്കണം, റെഡ് കളറിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. റെഡ് കളറിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താവും, ഇവിടെ ഫോം ചെയ്യും. ഈ അക്യുമുലേഷൻ മാറി അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആവും. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ബാക്ക് എൻഡിൽ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്, ഒരു സെല്ലിലേക്കൊക്കെ വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എന്തുണ്ടെങ്കിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറെ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ BTCയോ, എല്ലാ മാർക്കറ്റും ഇപ്പോൾ നല്ല പമ്പിങ്ങിൽ നിൽക്കുകയാണ്. എല്ലാം പമ്പ് ചെയ്യാണ്. എല്ലാ മാർക്കറ്റും നല്ല സ്ട്രോങ് മൂവ്മെന്റിലാണ്, പമ്പിങ്ങിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ ആ കാര്യങ്ങൾ നോക്കാം. എല്ലാ മാർക്കറ്റും പമ്പ് ചെയ്യുന്നവരാണ് ഫോം കാണിക്കാത്തത്. അതായത് ബുള്ളിഷിലാണെങ്കിൽ അവിടെ എന്താണ്, അക്യുമുലേഷൻ ഉണ്ടാവും. ബിയറിഷിലാണെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആവേണ്ടത്. ന്യൂട്രലാണെങ്കിൽ അവിടെ എന്തില്ല, വലിയ ഒരു വോളിയം ഇല്ല, ഒന്നുമില്ല. രണ്ട് മാർക്കറ്റ് ന്യൂട്രലായുള്ള അവസ്ഥയിലാണ്. ന്യൂട്രലിൽ നിൽക്കുന്ന സമയം നിങ്ങൾ നോക്കേണ്ടത് ന്യൂട്രലാണ്. ട്രേഡ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല, ന്യൂട്രലാണ്. ഇനി ഈ രണ്ട് സിറ്റുവേഷനിലും ഇവിടെ ഹണ്ടിങ് ആണെങ്കിൽ, ഹണ്ടിങ് വരികയാണെങ്കിൽ അവിടെ അഗ്രസീവായി, ഏത് ഏരിയയിലേക്കാണ് ഹണ്ടിങ് ഉള്ളത് ആ ഏരിയയിലേക്ക് അത് അഗ്രസീവായി മാർക്കറ്റ് പമ്പ് ചെയ്യും. ഒരു ബുള്ളിഷിലേക്ക് നിൽക്കുന്ന സമയം അവിടെ ഹണ്ടിങ് വരികയാണെങ്കിൽ ആ സൈഡിലേക്ക് മാർക്കറ്റ് അങ്ങോട്ട് നല്ല രീതിയിൽ പമ്പാവും. ബിയറിഷ് കണ്ടീഷനിലാണെങ്കിൽ ഹണ്ടിങ് ആണെന്ന് ഹണ്ടിങ് അവിടെ നന്നാവും, മാർക്കറ്റ് താഴേക്ക് വരും.
ഹണ്ടിങ് അതിനെ ഒന്നും കൂടി ആ ഏരിയ അങ്ങോട്ടേക്ക് നമുക്ക് പമ്പയിക്കാനുള്ളതാണ്. അപ്പം എന്താണ് മൂന്നാമത്തത് മനസ്സിലായോ? സെന്റിമെന്റ്സ് എന്താണെന്ന് മനസ്സിലായോ? അതിൽ ഈ 4 കാര്യങ്ങളാണ് ആ ബോക്സിൽ കാണല്. ഈ 4 കാര്യങ്ങൾ ആ ബോക്സിൽ കാണും. എന്താണ് എങ്ങനെയാണെന്നുള്ളത് അതൊക്കെയാണോ? ഒന്ന് ചാറ്റിൽ വരാം, എല്ലാവരും ചാറ്റിൽ വരാം, കാര്യങ്ങളൊന്ന് പറയാ, ഫാസ്റ്റ് ആക്കാം നമുക്ക്. യെസ്, ഓക്കെയാണ്. അതേപോലത്തെ ഉള്ളത് അടുത്തതാണ് STA ആക്ഷൻ. ഇത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. STA ആക്ഷൻ എന്താണ്? ഡിക്റ്റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. മാർക്കറ്റിലെ വലിയ വലിയ കോർപ്പറേറ്റുകളായിക്കോട്ടെ, ബാങ്കുകളായിക്കോട്ടെ, അതായത് നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കൂടെ അല്ല, നമ്മൾ വലിയ മാർക്കറ്റിൽ വലിയ ടീമിന്റെ കൂടെയാണ് ഇവിടെ എൻട്രി ആകുന്നത്. അപ്പം ബാക്ക് എൻഡിൽ നിന്നൊരു വലിയ ഒരു വോളിയൂം ഓഫ് എൻട്രി, ഒരു ബിഗ് ടീം മാർക്കറ്റിൽ എൻട്രി ആകുമ്പോൾ INX ലോഗിങ്, അതായത് അതൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. STA ആക്ഷൻ, ഇവിടെ നിങ്ങൾ INX ലോഗിങ് കാണുകയാണെങ്കിൽ, അതായത് ഒരു സ്ട്രോങ് ബൈ എടുത്തു, അവിടെ നിന്ന് നിങ്ങൾ INS ലോഗിങ് കാണുകയാണെങ്കിൽ STA എൻട്രി വരും. ഈ INS ലോഗിങ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയ്യേഴ്സ് അവിടെ എൻട്രി ആകും. അതായത് വലിയ കോർപ്പറേറ്റുകൾ എൻട്രി ആകുന്ന സമയമാണ് INX ലോഗിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. എവിടെയാണ്? ഈ STA ആക്ഷനിൽ കാണിക്കും. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. അതായത് ഒരു ബൈ അല്ല, ബുൾ സിഗ്നലിന് അവിടെ എന്താണ്, ഒരു ബൈ അല്ല, ഒരു ബൈന് എന്താണ്, അത് പോസിറ്റീവാണ്. അവിടെ ഒരു ഹ്യൂജ് ടീം അവിടെ എന്താവും, എൻട്രി ആകുമ്പോഴാണ് INX ലോഗിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താവുള്ളത് ഫോം ചെയ്ത് വരുത്ത്. അപ്പം അതാണ് നോക്കേണ്ടത്. അതേപോലെ അവിടെ വരുത്താണ്. അതേപോലെ ആ എൻട്രി ആയ ടീം എക്സിറ്റ് ആകുന്ന സമയം INX എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ഇതൊക്കെ INX എക്സിറ്റ് ആകുമ്പോഴാണ് ഈ എക്സിറ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾ INX ഒരു ട്രേഡ് എടുത്ത് നിൽക്കുന്ന സമയം ഈ ഒരു ഏരിയ നിന്നൊക്കെ INX എക്സിറ്റ് വരികയാണെങ്കിൽ അവിടുന്ന് സ്പോട്ട് എക്സിറ്റ് ആയിക്കോളാം. പക്ഷെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ YS എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആ 2 കാര്യങ്ങളാണ് ഇവിടെ വരുത്ത്. റീറ്റെയിൽ ഫ്ലോ ആണെങ്കിൽ മാർക്കറ്റിൽ നോർമൽ ഫ്ലോ ആണ്. 2 എൻട്രി കൊടുക്കുക. ബൈ എൻട്രിയിലും റീറ്റെയിൽ ഫ്ലോ ആണ് എടുക്കുക, സെൽ എൻട്രിയിലും റീറ്റെയിൽ ആക്ഷൻ. റീറ്റെയിൽ ഫ്ലോ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, ട്രേഡ് എടുക്കാം. അതാണ് നമ്മളെ STA ആക്ഷൻ എന്ന് പറയുന്ന ബോക്സിൽ വരുന്നത്. അടുത്തതിൽ വരുന്നതാണ് അടുത്ത ഇതിൽ വരുന്നതാണ് വോളിയം പ്രഷർ. അതായത് അതിലെ ക്യാൻഡിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 5 മിനിറ്റ് ക്യാൻഡിൽ ആണെങ്കിൽ അത് റെഡ് ആവാം, ഗ്രീൻ ആവാം, അതിന് മാറ്റങ്ങൾ വന്നോടേ ഇരിക്കും. ഇപ്പം വോളിയം പ്രഷർ ഇപ്പോൾ ഫുൾ എന്താണ്, നല്ല സ്ട്രോങ്ങിൽ നിൽക്കുകയാണ് വോളിയം പ്രഷർ. അത് അടുത്ത ക്യാൻഡിൽ നിന്നാവാം, അതാ റെഡ് വരുമ്പോൾ റെഡ് ആവും. വോളിയം പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡ്, ആ ക്യാൻഡിൽ തീരുന്നത് വരെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, അത് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പം അതിന് ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ എന്താക്കിയാൽ മതി, അതിൻ്റെ ഒരു വോളിയം മാത്രം നോക്കിയാൽ മതി. അത് ആ ക്യാൻഡിൽ അവസാനിക്കുമ്പോൾ ഏതിലാണ് അതിനൊരു നോക്കിയാൽ മതി. അതാണ് വോളിയം പ്രഷർ. നമ്മൾ അത്രേ നോക്കണ്ടുള്ളൂ, കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെയാണ് അടുത്ത വെയിൽ ആക്ട്. ഈ വെയിൽ ആക്ട് കാര്യങ്ങൾ അറിയുന്നവർക്ക് അറിയാം. അതായത് മാർക്കറ്റിനെ അഗ്രസീവ്, മാർക്കറ്റിനെ പമ്പിങ് എന്ന് പറയാ, അതിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ വെയിൽ ആക്ട് എന്നാക്കുന്നത്. ലാർജസ്റ്റ് ആക്ടിവിറ്റീസ് ബാക്കിൽ നടക്കുമ്പോഴാണ്, അതായത് ഇങ്ങനെ ഒരു മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ വെയിൽ ആക്ട് നടക്കൽ. മാർക്കറ്റിൽ ഒരു ലാർജസ്റ്റ് മൂവ്മെന്റും ലാർജസ്റ്റ് ആക്ടിവിറ്റിയും ബാക്ക് എൻഡിൽ നടക്കും ഈ വെയിൽ ആക്ട് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ. അപ്പം ഈ 6ാമത്തെ വെയിൽ ആക്ട് എന്ന് പറയുന്ന ബോക്സിൽ നിങ്ങൾ കാണല് ഒന്നെങ്കിൽ സ്റ്റാബിൾ, ബുള്ളിഷിലും അതായത് ബൈ എൻട്രിയിലും സെൽ എൻട്രിയിലും സ്റ്റാബിൾ ആണെങ്കിൽ മാർക്കറ്റ് കുഴപ്പമില്ല, നോർമൽ മാർക്കറ്റ് അന്ന് എടുക്കാം, 2 എൻട്രി എടുക്കാം. നിങ്ങൾ ബൈ എൻട്രിയിൽ റൈസിങ് ആണെങ്കിൽ അത് അവിടത്തേക്ക് അഗ്രസീവാണ്, ആ ഒരു ഏരിയ അഗ്രസീവായാണ് റൈസിങ് ആണെങ്കിൽ. അതേപോലെ തന്നെ സെല്ലിൽ അഗ്രസീവ് ആണെങ്കിൽ അത് പോസിറ്റീവാണ്, ആ സെൽ എൻട്രിയിലേക്കുള്ള പോസിറ്റീവാണ്. റൈസിങ് ആണെങ്കിൽ അത് ബൈ എൻട്രിയിലേക്കുള്ള പോസിറ്റീവും, അത് അഗ്രസീവ് ആണെങ്കിൽ അത് സെൽ എൻട്രിയിലേക്ക് പോസിറ്റീവാണ്. ഇപ്പം സ്റ്റേബിളാണ്, ഇപ്പം നോക്കുന്ന സമയം അവിടെ സ്റ്റേബിളാണ് മാർക്കറ്റിൽ. അപ്പോൾ അതാണ് ഈ വെയിൽ ആക്സിനെ നമ്മൾ എന്താക്കേണ്ടത്, ആ ബോക്സ് 6ാമത്തെ ബോക്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്തതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, അതായത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് അടുത്തൊരു ഇതാണ് റിസ്ക് സ്കോർ. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഒരു ട്രേഡിൽ എത്ര റിസ്ക് എടുക്കണം എന്നുള്ളത്. എന്താണ് റിസ്ക് എടുക്കുക, എത്ര റിസ്ക് എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. ട്രേഡിങ്ങിൽ റിസ്ക് കീപ്പ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, റിസ്ക് എങ്ങനെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിലുള്ള ബോക്സിൽ, അതായത് ഈ റിസ്ക് സ്കോർ ബോക്സിൽ 10/3 10/1 അങ്ങനെ ഉണ്ടാവില്ല. മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നത്, ഇപ്പം നിങ്ങളൊരു ട്രേഡ് ഇവിടെ എടുക്കുകയാണെങ്കിൽ
ഒരു ട്രേഡിന് ഇവിടെ എൻട്രി ആകുന്ന സമയം നിങ്ങൾക്ക് ഒരു ട്രേഡ് വന്നു. ഈ ബോക്സിൽ എത്രയാണ് റിസ്ക് കാണിക്കുന്നത്, അതാണ് ആ ട്രേഡിന്റെ റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് ഈ ട്രേഡിന്റെ റിസ്ക് എന്ന് പറയുന്നത് 10/4 ആണ്. അതായത് ക്യാപിറ്റലിന്റെ 4% നിങ്ങൾ റിസ്ക് അവിടെ കീപ്പ് ചെയ്യണം. ഇപ്പം ഇവിടുന്ന് ഗോൾഡിന്റെ ഇപ്പൊ ഇവിടുന്നുള്ള ട്രേഡിന്റെ റിസ്ക് എന്ന് പറയുന്നത് 10/3 ആണ്. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ 10/3 ഒന്നുമില്ല, ഇവിടുന്ന് 10/1 2 ഒക്കെ ഉണ്ടോ. മാക്സിമം നിങ്ങൾക്ക് ഒരു ട്രേഡിൽ എടുക്കാൻ പറ്റുന്ന റിസ്ക് 10/3 ആണ്. അത് മാക്സിമം ആണ്. ഒരു ദിവസം നിങ്ങൾക്ക് ലോസ് എന്ന് പറയുന്നത് മാക്സിമം 3 വന്നുള്ളൂ. വണ്ണിന്റെ നല്ല 10/1, അതായത് ഇവിടെ 10 തന്നെയാണ് ഉണ്ടാവില്ല, ഇവിടെ 3. ഇത് മാക്സിമം 10/3 ട്രേഡ് മാത്രമേ ഇതിൽ എടുത്തോളൂ. നിങ്ങളൊരു എൻട്രി വരുന്ന സമയം 10/5 10/4 ഒക്കെ ഉണ്ടാവാം. 10/5 10/4 ഒക്കെ ആണെങ്കിൽ ആ എൻട്രി ഒരിക്കലും എടുത്തുകൂടാ. അതിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയം അവിടെ 10/5 കണ്ട 10/6 ഉണ്ട്. ഈ ട്രേഡിന് 10/6 ഉണ്ട്. അതായത് ആ റിസ്ക് വെക്കണം. ക്യാപിറ്റലിന് 6% അവിടെ റിസ്ക് കീപ്പ് ചെയ്താൽ അതിനനുസരിച്ച് പ്രോഫിറ്റ്. അപ്പം എപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന സമയം മാക്സിമം 3% റിസ്ക് അവിടെ കാണിക്കും. അത് 4 5 ഉള്ള ട്രേഡ് അവിടെ എന്നായിക്കൂടാ എടുത്തുകൂടാ. അത് അവോയ്ഡ് തന്നെ ചെയ്യാം. അപ്പം അതാണ് അവിടെ നോക്കേണ്ടത്. റിസ്ക് സ്കോർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സേഫ്റ്റി ഗാർഡ് ഉണ്ടാവല്. സേഫ്റ്റി ഗാർഡിൻ്റെ എന്താണ് ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങൾ, സേഫ്റ്റി ഗാർഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ കാണിക്കുന്നത് ഒന്ന് സെക്യൂർ അല്ലെങ്കിൽ ഡേഞ്ചർ. സെക്യൂർ ആണെങ്കിൽ ബൈ ഓപ്ഷനിലും സെൽ ഓപ്ഷനിലും അവിടെ എന്താണ് നമുക്ക് എൻട്രി എടുക്കാം. അതായത് ബുള്ളിഷ് ആകുന്ന സമയം അവിടെ എന്താണ് ബൈ ആണ്, അതായത് സെക്യൂർഡ് ആണ് ആവേണ്ടത്. ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇത് സെക്യൂർഡ് ആവണം. ബിയറിഷ് വരുമ്പോൾ ഡേഞ്ചർ ആണെങ്കിൽ അത് ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയം ഡേഞ്ചർ ഉണ്ടാവില്ല. ഓക്കെ, സെക്യൂറായി നിൽക്കുന്ന സമയമാണ് അവിടെ എന്താക്കേണ്ടത്, ട്രേഡ് 2 പൊസിഷനിലേക്കും ട്രേഡ് എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് സെക്യൂറായി നിൽക്കുന്ന സമയമാണ്. ഓക്കെ, അതാണ് നമ്മുടെ സേഫ്റ്റി ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 8 ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 8 ബോക്സ് ആണ് നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്ന സമയം ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ബൈനെ നമ്മൾ കൺഫേം ചെയ്യേണ്ട ആദ്യത്തെ 8 ബോക്സിലാണ്. അടുത്ത 4 ബോക്സ് ഇന്റലിജൻസ് ബോക്സ് ആണ്. മാർക്കറ്റിന്റെ കാര്യങ്ങളും കണ്ടീഷൻ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത 4 ബോക്സിൽ നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ ഒന്നാണ് സെഡ് സ്കോർ. സെഡ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാർക്കറ്റിലെ, അതായത് ഇപ്പം മാർക്കറ്റിൽ ഇപ്പം നിങ്ങളിപ്പം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. ഇവിടെ സെഡ് സ്കോർ മാർക്കറ്റ് പമ്പ് ചെയ്യുന്ന സമയം ഇപ്പം മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണുള്ളത്. ഇപ്പൊ ഇവിടെ എന്താണ് സെഡ് സ്കോർ പ്ലസിലേക്കാണ് പോകുന്നത്. മാർക്കറ്റ് പമ്പ് ചെയ്യുമ്പം സെഡ് സ്കോർ പ്ലസിലേക്ക് വരണം. മാർക്കറ്റ് ബിയറിഷിലേക്ക് വരികയാണെങ്കിൽ സെഡ് സ്കോർ മൈനസിലേക്ക് വരും. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണും. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പം മാർക്കറ്റ് എന്താണ് ബൈയിലാണുള്ളത്, സെഡ് സ്കോർ മൈനസിലേക്ക് വന്നു. ഇപ്പോൾ സെഡ് സ്കോർ നല്ല ഇറങ്ങലായി. അതായത് മാർക്കറ്റ് നിങ്ങൾ നോക്കുന്ന സമയം ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കും. സെഡ് സ്കോർ മൈനസ് ആണെങ്കിൽ നിങ്ങൾ അവിടെ നോക്കേണ്ടത് ക്യാൻഡിലിന്റെ ബാക്ക് എൻഡിൽ ബിയറിഷിലേക്ക് ആൾക്കാർ എൻട്രി ആയിട്ടുണ്ട്. അപ്പം ഇതെപ്പോഴും സൂക്ഷിക്കുക. എൻട്രി എടുക്കുന്ന സമയം ഇത് സെഡ് സ്കോർ പോസിറ്റീവ് ആണെന്ന് എപ്പോഴും നോക്കാം. അതായത് ഇവിടെ ബൈ വന്നിട്ട് സെഡ് സ്കോർ മൈനസ് തന്നെ പോയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ബാക്ക് എൻഡിൽ ഫുള്ളി ബിയറിഷ് ആണുള്ളത്. ഒരു ബുൾ ടീം മാർക്കറ്റിലില്ല, ക്യാൻഡിലെ കളർ മാത്രമേ ഉണ്ടാവും. അപ്പം സെഡ് സ്കോർ നോക്കാം ഏത് ഏരിയയിലേക്കാണ് സെഡ് സ്കോർ വരുന്നത്, ആ ഏരിയയിലേക്ക് സെഡ് സ്കോർ പോസിറ്റീവ് ആണോ. ബൈ ആണെങ്കിൽ പ്ലസിലേക്ക് വരും, സെല്ലാണെങ്കിൽ അത് മൈനസിലേക്ക് വരും. അതാണ് സെഡ് സ്കോർ. അടുത്തത് നമുക്ക് വരുന്നതാണ് സെഡ് സ്കോർ കഴിഞ്ഞു. അടുത്തതാണ് സ്റ്റേബിൾ ഡോമിനൻസ് എന്ന് പറഞ്ഞത് മാർക്കറ്റിന്റെ കാര്യങ്ങൾ. അതായത് എന്താണ് അതിൽ വരുന്ന കാര്യങ്ങൾ, അടുത്ത ഇന്റലിജൻസ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് പമ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫാളിങ് സേഫ് ആവും. ഇപ്പം ഈ കണ്ടീഷനിൽ ഇവിടെ റൈസിങ് റിസ്ക് ആണ്. മാർക്കറ്റ് ഇവിടുന്ന് ബൈ സോണിലാണ് ഉള്ളത്. റൈസിങ് റിസ്ക് ആണെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് ഇനി മേലിലേക്ക് പോകില്ല. റൈസിങ് റിസ്ക് കാണിച്ച് അവിടെ സിസ്റ്റം കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡൗൺ ഇറങ്ങാൻ തുടങ്ങി മാർക്കറ്റ്. അതായത് ഈ ട്രേഡ് ഇവിടുന്ന് എക്സിറ്റ് ആയി ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പം ഇവിടെ ഒരു ബുള്ളിഷിലേക്ക് ആകുമ്പം അതായത് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതെന്താവണം, ഫാളിങ് സേഫ് എന്ന് പറഞ്ഞിട്ട് വരും. ഫാളിങ് സേഫ് ആണെങ്കിൽ നമുക്ക് എന്താക്കാം, അവിടെ എൻട്രി അവിടെ തുടരാൻ പറ്റും. ഇപ്പം റൈസിങ് റിസ്ക് ആണ്. റൈസിങ് റിസ്കിൽ ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെയൊക്കെ റൈസിങ് റിസ്ക് ആയി, ഇവിടെയൊക്കെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് റൈസിങ് റിസ്കിലേക്ക് വന്നു. മേലിലേക്ക് പോകുന്നത് റിസ്കി ഓപ്ഷനിലാണ് ഇപ്പം മാർക്കറ്റിന്റെ കണ്ടീഷൻ നിൽക്കുന്നത്. അതാണ് മാർക്കറ്റ് ഇവിടെയൊക്കെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങലായി. അപ്പോൾ അവിടെ ഇപ്പൊ താഴേക്ക് പോകാനുള്ള കണ്ടീഷനാണ്. റൈസിങ് റിസ്ക് ആകുമ്പോൾ അവിടെ ആ എൻട്രിയൊക്കെ നിങ്ങൾക്ക് എക്സിറ്റ് ആയി ഇറങ്ങാൻ പറ്റും, അവിടെ ഹോൾഡ് ചെയ്യേണ്ട. അതാണ് റൈസിങ് റിസ്ക്. അതായത് താഴേക്ക് പോകുമ്പോൾ റൈസിങ് റിസ്ക് പോസിറ്റീവാണ്, ബിയറിഷ് എൻട്രിക്ക് റൈസിങ് റിസ്ക് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്താക്കുക,
അത് റേസിംഗ് റിസ്ക്കും അവിടെ വരുന്ന കാര്യങ്ങൾ അതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാം മനസ്സിലാവുമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാവും നിങ്ങൾക്ക്. അടുത്തതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ട്രാപ്പ് ചെക്ക്. ഒരു എൻട്രി എടുക്കുന്ന സമയം ട്രാപ്പ് ചെക്കിന്റെ ബോക്സിൽ നിങ്ങൾ കാണൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ബുൾ ട്രാപ്പ്, അതല്ലെങ്കിൽ ബിയർ ട്രാപ്പ്. ബുൾ ട്രാപ്പിലും ബിയർ ട്രാപ്പിലും ട്രേഡ് എടുത്തുകൂടാം. നിങ്ങൾക്ക് ഇവിടെ ബുൾ ട്രാപ്പും ബിയർ ട്രാപ്പും എന്ന് പറഞ്ഞിട്ട് ഈ ബോക്സിൽ ട്രാപ്പ് ചെക്കിൽ എഴുതി കാണിക്കും. ഒരു ബുള്ളിഷ് എൻട്രി ഇവിടെ വന്നു, ബൈ എൻട്രി വന്നിട്ട് ഇവിടെ ബുൾ ട്രാപ്പ് ആണെങ്കിൽ ആ ട്രേഡ് എടുത്തുകൂടാ. അതേപോലെ സെൽ എൻട്രിയിൽ ഇവിടെ ബിയർ ട്രാപ്പ് വരികയാണെങ്കിൽ ട്രേഡ് എടുത്തുകൂടാ. അവിടെ എപ്പോഴും വാലിഡ് ആവണം. ട്രാപ്പ് ചെക്ക് വാലിഡ് ആയാൽ മാത്രമേ അവിടെ എന്തായിക്കോട്ടൂ ട്രേഡ് നിങ്ങൾ പ്ലേസ് ചെയ്തോളൂ. പിന്നെയുള്ള അടുത്തുള്ള ഒരു ബോക്സാണ് ഡെൻസിറ്റി എന്ന് പറയുന്ന ബോക്സ്. ഓക്കെ, ബുൾ ട്രാപ്പ് പറഞ്ഞു. അടുത്തതാണ് ഡെൻസിറ്റി എന്ന് പറയുന്ന ബോക്സ്. ചാർട്ട് കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇല്ലേ? ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, നമ്മളെ ഓക്കെ, ഇത് ട്രാപ്പ് ചെക്കിന്റെ മനസ്സിലായില്ലേ? നമ്മള് ഇവിടെ ട്രാപ്പ് ചെക്കിന്റെ ഇതില് ഓക്കെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ചാർട്ട്. യെസ്. ഇവിടെ ട്രാപ്പ് ചെക്കില് ബുൾ ട്രാപ്പ്, ഇവിടെ ഈ ഒരു എൻട്രി വന്ന സമയം ഒരു ബൈ എൻട്രി ആണെങ്കിൽ ട്രാപ്പ് ചെക്കിൽ എന്തായിക്കൂടാ, ബുൾ ട്രാപ്പ് ഉണ്ടെങ്കിൽ ആ എൻട്രി എടുത്തുകൂടാ. അതേപോലെ ബൈ എൻട്രിയിൽ അതായത് ഇപ്പൊ ഫാളിങ് സ്റ്റേഫായി മേലിലേക്ക് തന്നെ ആയി. അതേപോലെ സെൽ എൻട്രിയിൽ ബിയർ ട്രാപ്പ് ഉണ്ടെങ്കിൽ ആ ട്രേഡ് എന്തായിക്കൂടാ, എടുത്തുകൂടാ, അത് അവോയ്ഡ് ചെയ്യുക. ബുൾ ട്രാപ്പും ബിയർ ട്രാപ്പിൽ ട്രേഡ് എടുത്തുകൂടാ, അത് അവോയ്ഡ് ചെയ്യാന്ന് വേണ്ടത്. ഡെൻസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ടോപ്പും ബോട്ടം, അതായത് മാർക്കറ്റിന്റെ ടോപ്പും ബോട്ടം, അതായത് അതിന്റെ ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ മനസ്സിലാക്കുക. ഡെൻസിറ്റിക്ക് നമുക്ക് അത്രയും ഒരു ഇത് കൊടുത്തത് മാർക്കറ്റിന്റെ ഒരു ടോപ്പും, അതായത് മാർക്കറ്റിൽ ഒരു ഹൈ ആയാലോ നല്ലൊരു സപ്പോർട്ട് ഏരിയ വരുമ്പോഴാണ് ഡെൻസിറ്റി നല്ല ട്രേഡ് എടുക്കുന്ന സമയം ഡെൻസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ മാർക്കറ്റ് ട്രേഡ് അതായത് ഇൻക്രീസ് ആവുകയോ ചെയ്യില്ല. ബുള്ളിഷ് ആണെങ്കിലും ബിയറിഷ് ആണെങ്കിലും ഡെൻസിറ്റി ഇൻക്രീസ് ആയി വരും. അത് പോസിറ്റീവാണ്. ഡെൻസിറ്റിയുള്ള കാര്യങ്ങൾ അതാണ്. അപ്പൊ ഈ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ പറഞ്ഞ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം, ഓരോന്നും നോക്കാം. അതിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, അതൊരു ഫയൽ അയച്ചു തരും. അതിന്റെ ഒരു യൂസർ മാനുവലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, കാണാപ്പാടം പഠിക്കേണ്ടതല്ല. ഇത് മനസ്സിലാക്കുക. അപ്പൊ ആ ബോക്സിൽ ഇങ്ങനെ വരുമ്പോൾ ഓക്കെ ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു സാധനം അവിടെ മാറുമ്പോൾ ഓക്കെ ഇത് ഇന്ന സംഭവം സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ അല്ലത്? ഈ 12 കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും ഒന്ന് പറയാ കാര്യങ്ങൾ, വരാം ചാറ്റിലോ കാര്യങ്ങളൊന്നും പറയാം. ഇപ്പൊ പറഞ്ഞ 12 കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ന് തന്നെ ക്യാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, 2 ദിവസം കൊണ്ട് ഞാൻ ക്യാച്ച് ചെയ്ത് തരും എന്താണെന്നുള്ളത്. ഉപയോഗിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിയും. ഓക്കെ അല്ലേ? വോയിസും കാര്യങ്ങളും ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ആണ്. അടുത്ത് അതില് ആ ബോക്സിൽ എന്തൊക്കെ ആ ബോക്സിന്റെ 12 സാധനത്തിന് അതിന് ഇമ്പോർട്ടൻ്റുള്ള ബോക്സുകൾക്ക് നമ്മൾ ഓരോ സ്കോർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സിൽ നിന്ന് ബോക്സിന്റെ സ്കോർ എന്ന് പറയുന്നത് ഒരു 100 ആണ്. ആ ബോക്സിന്റെ വാല്യൂ നമ്മൾ ഇതിൽ കാണുന്ന ബോക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു എൻട്രി വരുമ്പോഴാണ് ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതിലെ ബോക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 100 ആണ്. ഈ ബോക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ. ഇതിൽ നമുക്കൊരു 85% കൺഫർമേഷൻ കിട്ടണം. ഒരു എൻട്രി എടുക്കുന്ന സമയം നല്ല പ്രോപ്പർ എൻട്രി ആണെങ്കിൽ ഒരു 85% ഇവിടെ കൺഫർമേഷൻ നമുക്ക് എന്താകണം, മാർക്കറ്റിൽ കിട്ടണം. ഒരു എൻട്രി പ്രോപ്പറായി എടുക്കുന്ന സമയം ഓക്കെ. നമുക്ക് റിസ്ക് കുറഞ്ഞ് എടുക്കുന്ന 85% ആണ്. അപ്പോൾ അതിലുള്ള ഓരോ ബോക്സിനും അതായത് ഓരോ സാധനത്തിനും പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റി വൈസ് തന്നെ ഇവിടെ എന്താക്കിയിട്ടുണ്ട്, അതിന് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് സ്റ്റാറ്റസിന് 20 ആണ് വാല്യൂ, HTF ട്രെൻഡിന് 15 ആണ് അതിൻ്റെ ഒരു സ്കോർ എന്ന് പറയുന്നത്, MM സെന്റിമെന്റ്സിന് 15 ആണ്, വോളിയം പ്രഷർ 15 ഉണ്ട്, വെയിൽ ആക്ട് 10 ആണ്, റിസ്ക് സ്കോർ, സേഫ്റ്റി ഗാർഡ്, ട്രാപ്പ് ചെക്ക്, അതിനൊക്കെ അതിൻ്റെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് നോക്കാം, നിങ്ങൾ നോക്കുന്ന സമയം ഓക്കെ 1 by 1 ആയിട്ട് അതിൻ്റെ ഒരു വാല്യൂ നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാല്യൂ അതിന് തരം തിരിച്ചിട്ടുണ്ട്, എന്തൊക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ നോക്കാം. അപ്പോൾ ഒരു എൻട്രി വരുന്ന സമയം എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എൻട്രി, എന്തൊക്കെ വന്നാൽ നിങ്ങൾക്ക് എൻട്രി എടുത്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയർ ട്രെയിൻ ഫ്രെയിമിൽ HTF ട്രെൻഡ് നോട്ട് അലൈൻഡ് ആണെങ്കിൽ ട്രേഡ് എടുത്തുകൂടാ. ട്രാപ്പ് ചെക്ക് ഇൻവാലിഡ് ആണെങ്കിൽ ട്രേഡ് എടുത്തുകൂടാ. സേഫ്റ്റി ഗാർഡ് ഡേഞ്ചർ ആണെങ്കിൽ ട്രേഡ് എടുക്കണ്ട. റിസ്ക് സ്കോറിൻ്റെ ഡേഞ്ചർ ഇതാണെങ്കിൽ അത് എടുക്കണ്ട. അപ്പോൾ അവിടെ ഈ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാലിഡ് എൻട്രി എന്ന് പറയുന്നത് നമുക്ക് 85%, ഒരു 85% സ്കോർ കിട്ടുകയാണെങ്കിൽ അത് വാലിഡ് എൻട്രിയാണ്. എൻട്രി നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം.
ഒരു 85% നമുക്ക് നമ്മുടെ ബോക്സ് നമുക്ക് ഓക്കെയാണ്, പോസിറ്റീവ് ആവണം. പോസിറ്റീവ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഒരു എൻട്രി എടുക്കുമ്പോൾ നിങ്ങളിത് പെട്ടെന്ന് കാര്യങ്ങൾ ഈ ഒരു യൂസർ മാനുവൽ നോക്കുക, ആ ബോക്സിന്റെ കാര്യങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളിൽ പഠിക്കാനുള്ള കാര്യം. ഈ ഒറ്റ PDF നിങ്ങൾ പഠിക്കാനുള്ള ഇതിൽ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, ബാക്കിയൊക്കെ ഇതിലായി. നിങ്ങൾ പഠിക്കാനുള്ള ഈ ഒരു ആ ബോക്സിന്റെ കാര്യങ്ങൾ മാത്രം, ഈ 12 ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ പഠിക്കാനുള്ളത്. ചെയ്ത് തന്നെ മനസ്സിലാവും, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഈ 12 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏകദേശം 50% മനസ്സിലായില്ലേ എന്താണെന്നുള്ളത്? എല്ലാവരും ഒന്ന് പറയാ, നിങ്ങൾക്കൊരു 50% മനസ്സിലായില്ല എന്താണ് സിസ്റ്റം എന്നുള്ളത്. ഒരു 50 മനസ്സിലായാൽ മതി, അല്ലെങ്കിൽ 20 മനസ്സിലായാൽ മതി. നമുക്ക് ബാക്കി റെഡി ആക്കാം. ബാക്കിയൊക്കെ ചെയ്താവും. ഒരു ദിവസം കൊണ്ട് ആർക്കും മനസ്സിലാവില്ല, അത് ചെയ്താവും. ഓക്കെ, ബോക്സിന്റെ കാര്യങ്ങൾ മനസ്സിലായി. അടുത്തത് നിങ്ങളിപ്പോൾ ഇതിൽ കുറേ ഇത് കാണുന്നുണ്ടോ? STA എൻഡർ, അതേപോലെ എക്സോസ്റ്റ്, എക്സിറ്റ്, അതേപോലെ ഒരു കാളന്റെ ചിഹ്നവും അതേപോലെ ഒരു ബിയറിന്റെ ചിഹ്നമൊക്കെ കാണും. എന്താണ് ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത്ര കാര്യങ്ങൾ ഇതിൽ കാണും, അതായത് ബോക്സിൽ കാണുന്ന ഈ കാര്യങ്ങളാണ് ഇവിടെ കാണുന്ന കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇവിടെ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, 10% ഒക്കെ മനസ്സിലായി. 10% മനസ്സിലാക്കി നമുക്ക് ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഈ XTA എൻഡർ ഒരു എൻട്രി എടുത്ത സമയം, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബൈസ് എൻറ്റർ ആകുന്ന സമയങ്ങളും, അതായത് അതേപോലെ തന്നെ അവർ എക്സിറ്റ് ആകുന്ന സമയം, INX ഇൻ ആകുന്ന സമയവും അവർ എക്സിറ്റ് ആകുന്ന സമയമാണ് നമുക്ക് ST എൻട്രി വരുന്നത്. അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഇവിടെ നിന്ന് എൻട്രി കിട്ടാത്ത ഒരാൾക്ക് ST എൻട്രി ഉണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി എടുക്കാം. ഇവിടെ നിന്നൊക്കെ എക്സിറ്റ് പറഞ്ഞിട്ടുണ്ട്. ST എൻട്രി കണ്ടെന്നാണ്, അതായത് ഒരു എൻട്രി നമുക്ക് മിസ് ഔട്ട് കഴിഞ്ഞ് കുറച്ച് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി ST എൻട്രി ഉണ്ടെങ്കിൽ ആ എൻട്രി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. അതായത് INS മാർക്കറ്റിൽ നല്ലൊരു ടീം എൻട്രി ആകുന്ന സമയമാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടോ, അപ്പോൾ ഇവിടുന്ന് എൻട്രി കിട്ടാത്ത ഒരാൾക്ക് അടുത്തൊരു എൻട്രി കൊടുത്തു, ഇവിടുന്ന് എൻട്രി ആവാം, ഇവിടുന്നൊക്കെ എൻട്രി ആവാന്നുള്ള ഒരു കൺഫർമേഷൻ കൊടുത്തതാണ്. അതായത് മാർക്കറ്റിൽ നല്ല മൂവ്മെന്റ് നടക്കുമ്പോഴാണ്, മാർക്കറ്റിൽ വലിയ ഹ്യൂജ് ടീം കയറുമ്പോഴാണ് എൻട്രി കൊടുക്കുന്നത്. അതേപോലെ നിങ്ങൾ ഇതിൽ കാണും ST എക്സിറ്റ് വരുമ്പോൾ അവിടുന്ന് മാർക്കറ്റിൽ ഇറങ്ങണം. എത്രയാണ് പ്രോഫിറ്റ് അത് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിക്കോളാം. മാർക്കറ്റ് കണ്ടീഷൻ മാറുന്നതിൻ്റെ സൂചനയാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാക്കാം, ആ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് എക്സിറ്റ് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം, ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് തന്നെ ഇറങ്ങാം. ഓക്കെ, അതാണ് ST എൻഡറും. ST എൻഡർ വരുമ്പോൾ എൻട്രി ആവാം, ST എക്സിറ്റ് വരുമ്പോൾ അവിടെ നിന്നാക്കാം പ്രോഫിറ്റ് എടുക്കണം, അവിടുന്ന് എക്സിറ്റ് ആവണം. അതാണ് ST എൻഡറും ST എക്സിറ്റും അവിടെ വരുന്നത്. അതേപോലെ തന്നെ അതിലുണ്ടാകുന്നത് റോക്കറ്റ്. നിങ്ങളൊരു ട്രേഡ് എടുത്ത് സ്റ്റേബിളായി നിൽക്കുന്ന സമയം അതിൽ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ആ എൻട്രിക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല വോളിയം ആ ക്യാൻഡിലിന് പമ്പ് ചെയ്യുമ്പോഴാണ്. ഈ ഏരിയയിൽ നല്ല വോളിയം ഓഫ് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴാണ്, ഒരു എന്താ പറയുക, ഒരു സ്റ്റേജിന്റെ അപ്പുറത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴാണ് ഈ റോക്കറ്റ് എന്നുള്ള ക്യാൻഡിലിന് സപ്പോർട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ട്രേഡ് ധൈര്യമായി ഹോൾഡ് ചെയ്യാം. ആ ട്രേഡ് ധൈര്യമായി നിങ്ങൾക്ക് അവിടെ ഹോൾഡ് ചെയ്യുക, ആ ട്രേഡ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അതേപോലെ നിങ്ങൾ സെല്ലിലേക്ക് നിൽക്കുന്ന സമയം അതേപോലെ ക്രാഷ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വരും. അങ്ങനെ ഒരു ക്രാഷ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അതേപോലെ മാർക്കറ്റിൽ നിന്ന് ഒരു ടീം മാർക്കറ്റിൽ നിന്ന് എന്തായിട്ടുണ്ട്, എക്സിറ്റ് ആയിട്ടുണ്ട്. ഒരു നല്ല വോളിയം ഓഫ് ഒരു ബിഗ് ടീം, ഒരു ഗ്രൂപ്പ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോഴാണ് റോക്കറ്റ് ഒരു സെൽ എൻട്രി എടുത്ത് നിൽക്കുന്ന സമയം റോക്കറ്റ് അല്ല, സെൽ എൻട്രി എടുത്ത് നിൽക്കുന്ന സമയം ക്രാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എന്താവും, ആ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ഓരോ ക്യാൻഡിൽ ക്രാഷായി മാർക്കറ്റ് താഴേക്ക് വരും. അതേപോലെയാണ് അടുത്തത് ഇതിൽ കാണാൻ പോകുന്നത് എക്സോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓരോ ഏരിയ എത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ എക്സോസ്റ്റ് വരുന്ന സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്, ഒരു ടീം എൻട്രി ആയിട്ടുണ്ട്. അത് ബൈ ആവാം, സെല്ലാവാം. ആ ടീം എന്താണെന്നുള്ളത് അതിന്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് കിട്ടും. ഇപ്പൊ എക്സോസ്റ്റ് വന്നിട്ട് ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് ആണെങ്കിൽ ഇതേപോലത്തെ ബിയറിന്റെ ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ബിയറിന്റെ ആൾക്കാർ ബിയറിഷ് എൻട്രി ആയിട്ടുണ്ട് മാർക്കറ്റിൽ. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് വന്നു, ബിയർ സപ്പോർട്ടാണ്. അപ്പൊ ഇനി മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് സപ്പോർട്ട് കൊടുക്കും, ഇവിടെ ആ ഒരു സപ്പോർട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിൽ മേലെ സപ്പോർട്ട് വരികയാണെങ്കിൽ, നല്ല രീതിയിൽ സപ്പോർട്ട് ആണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരും. അതായത് ടോപ്പിൽ, അതായത് ഓരോ ക്യാൻഡിൽ അപ്പിൽ നമുക്ക് ഇങ്ങനെ കുറെ സപ്പോർട്ട് ബിയറിന്റെ വരികയാണെങ്കിൽ ആ ഏരിയ സപ്പോർട്ടായി എന്നാണ്. സപ്പോർട്ട് എടുത്തുകൊണ്ട് അതേപോലെ താഴെ സപ്പോർട്ട് ഉണ്ടാവും.
താഴെയാണ് ബുള്ളിന്റെ സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിൽ നോക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ നോർമലി ഇങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണേണ്ടത്. എവിടെയാണ് സിമ്പിളായി പറയാം, നമ്മളിപ്പോൾ ഈ പഠിച്ച 12 കാര്യങ്ങൾ എന്ന് പറയുന്നത് 10 വർഷം എടുത്ത ഒരു ട്രേഡർ, ഒരു പ്രൊഫഷണൽ ട്രേഡർ മാർക്കറ്റിൽ നോക്കുന്ന എല്ലാ ഡാറ്റയും ഞാനിപ്പോൾ പറഞ്ഞത് 10 വർഷം എടുത്ത് ചെയ്യുന്ന ഡാറ്റാസ് മുഴുവനാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനുവലി ചെയ്യണമെങ്കിൽ അതിൻ്റെ ടൈം എടുക്കും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ മൊത്തം 95% നിങ്ങൾക്ക് കംപ്ലീറ്റ് നമ്മൾ സിസ്റ്റമാറ്റിക്കായി മാറ്റി. മെഷീൻ എങ്ങനെ ഓടിക്കാതെ റൺ ചെയ്യാന്ന് മാത്രം നിങ്ങളെന്നാക്കി അത് പഠിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ള മൊത്തം സിസ്റ്റം. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളെന്നാക്കുക പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ചില ആൾക്ക് ഒരു ആഴ്ച കൊണ്ട് മനസ്സിലാവും, ചില ആൾക്ക് 2 ദിവസം കൊണ്ട് മനസ്സിലാവും, ചില ആൾക്ക് ഒരു 3 ദിവസം എടുക്കും, ചില ആൾക്ക് ഒരു ആഴ്ച എടുക്കും, ചില ആൾക്ക് ഒരു 10 ദിവസം എടുക്കും. മനസ്സിലായി? അത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. സംഭവം വളരെ ഈസിയാണ്. ഒരു എൻട്രി വരുന്ന സമയം അവിടെ ഈ എൻട്രി നമ്മൾ ആദ്യം അതായത് ഇതിന്റെ റെക്കോർഡ് കിട്ടുമ്പോൾ തിരിയും. ഈ എൻട്രി നമ്മൾ ഇന്ന് ഓപ്പണിങ് മാർക്കറ്റ് ഞാനിത് നമ്മൾ സെക്ഷൻ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ഫേസിലെടുത്ത ഒരു എൻട്രിയാണ്. ഈ എൻട്രി കംപ്ലീറ്റ് ആയി. ഇന്നത്തെ ഒരൊറ്റ എൻട്രിയാണ്, ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ടോപ്പിൽ വരുന്ന റെസിസ്റ്റൻസ് തന്നെയാണ് അത്. ഞാൻ പേഴ്സണലി പറഞ്ഞ് അതിനെ സപ്പോർട്ട് ആക്കിയതാണ് എൻ്റെ ഒരു ഭാഷയിൽ. എനിക്ക് മനസ്സിലാകുന്ന റെസിസ്റ്റൻസ് തന്നെയാണ് ടോപ്പിൽ വരുന്നത്. ഞാൻ പേഴ്സണലി ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ഏരിയകളാണ് എൻ്റെ. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും ഡെമോ കൊണ്ട് തുടങ്ങി. ഇനി നിങ്ങൾക്കുള്ള ടാർഗറ്റ് ഓരോ ദിവസം എന്താണ്, എങ്ങനെയാണ്? നമ്മൾ ഈ 5 ദിവസം നിങ്ങൾ എനി ടൈം ട്രേഡും കാര്യമൊക്കെ നിങ്ങൾക്ക് എടുക്കുക. എനി സമയമുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ തന്നെ അതിലുള്ള കാര്യങ്ങളും ഡൗട്ടും കാര്യങ്ങളും ഇപ്പം ഇന്ന് ഉപയോഗിക്കുക, നാളെ മുതൽ ഉപയോഗിക്കുക, കാര്യങ്ങൾ ഉപയോഗിക്കുക. എന്തൊക്കെ ഡൗട്ട് വരുന്നുണ്ടോ നോട്ട് ചെയ്യാം. നാളത്തെ നൈറ്റിലെ സെക്ഷനിൽ അത് ക്ലിയർ ചെയ്യും. ഡൗട്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അന്ന് രാത്രി സെക്ഷനിൽ അത് ക്ലിയർ ചെയ്യും. 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരും. 2 ദിവസം മതി. അതായത് കംപ്ലീറ്റ് ബിഗിനറായി വന്ന ഒരാൾക്ക് 5 ദിവസം കൊണ്ട് ഇത് പഠിക്കാൻ പറ്റും. വേറെ 5 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായാൽ മാത്രം മതി. പഠിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം മാത്രം മതി. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇത്ര മതി. ഓക്കെ, ഇനിയിപ്പം നാളെ നിങ്ങൾ അതായത് ഒരു ട്രേഡിൽ SL വെക്കാന്ന് പറയുന്ന $1. ഒരു ട്രേഡിൽ SL കീപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരൊറ്റ $. അതായത് ഒരു ട്രേഡിൽ റിസ്ക് 1% ആണ്. മാക്സിമം ഒരു ദിവസം നിങ്ങൾ $100 നിങ്ങളൊക്കെ ക്യാപിറ്റൽ ഡെമോ അക്കൗണ്ടിൽ. ഒരു ദിവസം നിങ്ങൾക്ക് $3 നിങ്ങൾ കളയണം, പ്രശ്നമില്ല. 3 ട്രേഡ് എടുത്തിട്ട് ഒന്നെങ്കിൽ 3 ട്രേഡ് എടുത്തിട്ട് $3 കളയാം. അതല്ലെങ്കിൽ ഒരൊറ്റ ട്രേഡിൽ $3 കളയാം. അവിടെ നിർത്താം. $3 പോയിക്കാൻ അവിടെ നിർത്തിക്കോളാം. പിന്നെ ട്രേഡ് എടുത്തുകൂടാം. SL വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ചെറിയ ട്രേഡ് എടുത്ത് കാണിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് ഡെമോ അക്കൗണ്ടിൽ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു സെൽ എൻട്രി വന്നു കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റിൽ സെല്ല് വന്നു. ഓക്കെ, 1 മിനിറ്റ് സെല്ലാണെങ്കിൽ സെല്ല് കൊടുക്കുക. ഇപ്പം നമ്മൾ എല്ലാവരുടെ കയ്യിൽ $100 ആണ്. 0.2 ആണ് അവിടെ ലോട്ട് സൈസ് കൊടുക്കുക. സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ TP വെക്കുക. അവിടെ TP എത്രയാണ്? TP വെക്കുക. അതേപോലെ SL $1 എവിടെയാണ് $1 അവിടെ SL വെക്കുക. ഒരൊറ്റ $, ഒരു ട്രേഡിൽ $1. അതിൽ കൂടുതൽ എന്നായിക്കൂടാ, അതിൽ SL കീപ്പ് ചെയ്ത് വിടാം. ഒരൊറ്റ $, SL വെച്ചുവിടും. ഓക്കെ, $1 SL കീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെ നാളത്തെ ടാർഗറ്റ് നിങ്ങളിപ്പോൾ നാളെ ഒരു ദിവസം നിങ്ങൾക്കാകുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഓരോരുത്തരും മനസ്സിലാക്കിയ രീതി ചെയ്യുക. നാളത്തെ ഒരാളെ ടാർഗറ്റ് $5 ആണ്. നാളത്തെ ഒരാളെ ടാർഗറ്റ് $5 ആണ് മേക്ക് കണ്ടത്. ഡെമോ അക്കൗണ്ടിൽ മേക്കാക്കിയാൽ മതി $5. ഒന്നെങ്കിൽ ഒരു ട്രേഡ് എടുത്തിട്ട് $5 കിട്ടുമോ നോക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ 2 ട്രേഡ് എടുത്തോ 3 ട്രേഡ് എടുത്തോ, എത്ര ട്രേഡ് എടുത്തോ $3 ലോസ് വന്നോളൂ. $3 ലോസായി അവിടെ നിർത്താം, ഒരു പ്രശ്നമില്ല. അതിൽ കൂടുതൽ ലോസ് ആർക്കും വന്നുകൂടാ. ഒരൊറ്റ മണിക്കൂർ ഈ കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. 1 മണിക്കൂറേ ഒരു ട്രേഡിന്റെ മുന്നിൽ ഇരുന്നോളൂ. ഒരു എൻട്രി എടുത്ത് 5 മിനിറ്റിൽ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ 5 മിനിറ്റിന്റെ ചാർട്ടിലാണ് എല്ലാവരും എൻട്രി എടുക്കേണ്ടത്. 5 മിനിറ്റിന്റെ ചാർട്ടിൽ നിങ്ങൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ, ഒരാൾ എൻട്രി എടുത്തു എന്ന് തന്നെ കൂട്ടാം. ഇവിടെ ഒരു ബൈ എൻട്രി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് അരമണിക്കൂർ കൊണ്ട് SL അടിക്കണം. SL അടിക്കുകയാണെങ്കിൽ അരമണിക്കൂറുണ്ട്. അതായത് ലോസ് ആവുകയാണെങ്കിൽ ആദ്യത്തെ 30 മിനിറ്റ്സിൽ ഇത് ലോസ് ആവും. അതല്ലെങ്കിൽ അടുത്ത 30 മിനിറ്റ്സിൽ ആ ട്രേഡ് കംപ്ലീറ്റ് ആവണം. ഈ 1 മണിക്കൂർ കൊണ്ട് ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് SL ഇല്ല,
പ്രോഫിറ്റ് എത്തിയിട്ടില്ലെങ്കിൽ അവിടെ എന്താക്കുക, അവിടെ എക്സിറ്റ് ആവാം. ഒന്നെങ്കിൽ ലോസിലായിരിക്കും ഉണ്ടാവില്ല, ആ ലോസ് നിന്ന് എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു $3 പ്രോഫിറ്റ് ഉണ്ടെന്ന് $1 ആയിരിക്കും. എന്താണ് അവിടെ ഉള്ളത്, അവിടുന്ന് അതെന്താക്കുക, എക്സിറ്റ് ആവാം. ഗ്രീൻ, റെഡ് ഷെയ്ഡ്, മാനുവൽ സെലക്ഷൻ ഓർ ഇൻഡിക്കേറ്റർ സെറ്റ്. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ എന്നാക്കി തരുമോ? എല്ലാ കാര്യങ്ങളും ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് തരും. ഒരു കാര്യവും നിങ്ങൾ ഇതിൽ മാനുവലി വരക്കാനില്ല. ഒരു കാര്യം ഇതിൽ മാനുവലി വരക്കാനുള്ള ഒരു കാര്യമില്ല. എല്ലാം ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഓക്കെ അല്ലേ കാര്യങ്ങൾ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ നാളത്തെ നിങ്ങൾ ഓരോരുത്തരും ടാർഗറ്റ് മനസ്സിലായല്ലേ? ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാവരുടെ മൊബൈലും കാര്യങ്ങളുണ്ട്. ഓക്കെ, ട്രേഡ് എടുക്കുന്നതും കൂടി കാണിച്ചു തരാം. മൊബൈലിൽ എടുക്കുന്നതും ലാപ്പിൽ എടുക്കുന്നതും ഞാൻ കാണിച്ചു തരാം, ഈസിയായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു എൻട്രി വന്നു കൂട്ടോടെ, ഒരു എൻട്രി ബൈ വന്ന് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ 5 മിനിറ്റിലല്ല, ഞാനിപ്പോൾ 1 മിനിറ്റിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡൊക്കെ കിട്ടും ഷുവർ. ഒരു ബൈ വന്ന സമയം എന്താ ഇവിടെ ബൈ കൊടുക്കുക. ഇത് ലാപ്പിൽ എടുക്കുന്നതാണ്, മൊബൈലിൽ എടുക്കുന്നത് കാണിച്ചു തരാം. ലാപ്പിൽ ബൈ വന്നു, $100 ഉള്ളത് 0.2 കൊടുക്കുക. മാർക്കറ്റിൽ തന്നെയാണ്, ലിമിറ്റിലാണെങ്കിൽ മാർക്കറ്റിലേക്ക് കൊടുക്കുക. അവിടെ ബൈ കൊടുക്കുക. ബൈ കൊടുത്തതിന് ഇവിടെ എത്രയാണ് റിസ്ക്? മാക്സിമം ഇതാ TP ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, റിസ്ക് മാക്സിമം എത്രയാണ്? ഞാൻ ഈ ട്രേഡിൽ റിസ്ക് എടുക്കുന്നത് SL വെക്കുന്നത്, ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ SL ഇതാ $1. ഞാൻ ഈ ട്രേഡിൽ $1, ആ ട്രേഡ് $1 പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, 3 ചാൻസ് ഉണ്ട്. $1 റിസ്ക് വെച്ചുവിടും. ഇതേപോലെ ലാപ്പിൽ ഇതേപോലെ ട്രേഡ് എടുക്കുക. മൊബൈലിലാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, മൊബൈലിലും കൂടി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് അത് ഓക്കെ ആവും. മൊബൈലിൽ വരുന്ന സമയം ഓക്കെ, മൊബൈലിലെ സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? ലാപ്പിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്, മൊബൈലിലെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. മൊബൈലിൽ നിങ്ങൾ എടുക്കുന്ന സമയം ഈ ഏരോ താഴേക്കും മേലേക്കുള്ള ഈ ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, താഴേക്കും മേലേക്കുള്ള ഈ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ട്രേഡ് ഇവിടെ ക്ലോസ് ആക്കുന്നു. ഓക്കെ, മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മൊബൈൽ എടുക്കുന്ന സമയം ഈ താഴേക്ക് ഇവിടെ എന്താക്കുക, ഈ സാധനം മാറ്റിക്കൊണ്ട് ഇവിടെ നമുക്ക് ചാർട്ട് എടുക്കാം. ചാർട്ടിനെ എടുക്കാൻ പറ്റൂ. 1 മിനിറ്റിലേക്ക് ഞാൻ മാറ്റുന്നു. ഓക്കെ, മൊബൈലിൽ എടുക്കുന്ന സമയം എൻട്രി എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏരോ താഴേക്കും മേലേക്കുള്ള ഈ ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ ഓപ്പൺ ആയി വരും. അവിടെ ലിമിറ്റിലുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് ഇടാം. ബൈ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ എന്താക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക 0.2 അല്ലെങ്കിൽ 1. ഓക്കെ, 1 ക്വാണ്ടിറ്റി 1 യൂണിറ്റ് കൊടുക്കുക. നമ്മൾ എന്താക്കുക, SL ടേക്ക് എ പ്രോഫിറ്റ്, SLും കാര്യങ്ങളും സ്റ്റോപ്പ് ലോസും അവിടെ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, SL സെറ്റ് ചെയ്യുക, ബൈ കൊടുക്കുക. ഓക്കെ, അവിടെ ട്രേഡ് അവിടെ എന്താവും വരും. ഇവിടെ SLും 1 യൂണിറ്റ് കൊടുക്കുന്നു, SL കൊടുക്കുക, ടേക്ക് എ പ്രോഫിറ്റ് കൊടുക്കുന്നു, SL കൊടുക്കുക. SL ആണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, അവിടെ പ്രൈസിൽ കൊടുക്കുക, നേരെ മാറ്റുക. എത്രയാണ് പ്രൈസ്? $1. ഓക്കെ, പ്രോഫിറ്റ് അവിടെ എന്താക്കുക, SL കൊടുക്കുന്നു, ബൈ കൊടുക്കുക. അവിടെ നേരെ മാർക്കറ്റ് എന്താക്കണോ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. STT കൊടുക്കുക, ഒരു 1 മതി. രണ്ട് പ്രൈസ് തന്നെ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എങ്ങനെയും കൊടുക്കാട്ടെ. ഞാനിത് തിരിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാനിങ്ങനെ ആക്കിയതാണ്. ഒരു $3 കൊടുക്കുക, എങ്ങനെയും കൊടുക്കുക. ഇവിടെ ഈ 3 ഡോട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ രണ്ടും ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരു എൻട്രി ഇവിടെ പ്ലേസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് മൊബൈൽ കാണുന്നുണ്ടല്ലോ. മൊബൈലിൽ അതേപോലെ തന്നെയാണ് എൻട്രി എടുക്കേണ്ടത്. ഇവിടെ പോവുക, ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക, ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി കൊടുക്കുക. ക്വാണ്ടിറ്റി ജസ്റ്റ് കൊടുത്തതിന് ശേഷം അവിടെ എൻട്രി എടുക്കുക. മൊബൈലിലും എൻട്രി എടുക്കാൻ പറ്റും. എന്തോ ഒരു നെറ്റ്വർക്കിന് എൻട്രി കിട്ടുന്നില്ല, ഇതിൽ ഓപ്പൺ ആകുന്നില്ല. ഇവിടെ ഒരു സെല്ല് വന്നിട്ടുണ്ട്, നോക്കിയൊക്കെ. ഓക്കെ, സെല്ല് കൊടുക്കുക. മാർക്കറ്റിൽ
ഓക്കെ ഓക്കെ, രണ്ടും ഓപ്പൺ ആക്കുക. സെൽ എൻട്രി കൊടുത്താൽ എമൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, 1 യൂണിറ്റ് കൊടുക്കുന്നു, സെല്ല് കൊടുക്കുന്നു. ഓക്കെ, മാർക്കറ്റിൽ എമൗണ്ട് ഇല്ല എന്നാണ്. $0.2 $100. ഓക്കെ, സെല്ല് കൊടുക്കുക. ഓക്കെ, ട്രേഡ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മൊബൈലിൽ എടുക്കുന്ന സമയം ഈ സമയം നോക്കണ്ട, ലാപ്പിൽ എടുക്കുന്ന സമയം മാക്സിമം ലാപ്പിൽ തന്നെ എന്താക്കുക, എടുക്കാൻ നോക്കുക. ലാപ്പിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ലാപ്ടോപ്പിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്ക് എടുക്കുന്നത്. ഇവിടെ SL ഒന്ന് താത്തി വെക്കണം. SL $2 ആയി ലോസ്. ഇതുണ്ട്, ഇവിടെ ബിയർ ട്രാപ്പ് വന്നു. ഇവിടെ ലൈവായിട്ട് കണ്ടോ, അവിടെ ബിയർ ട്രാപ്പ് വന്നിട്ട് അവിടെ 1 മിനിറ്റിൽ ബിയർ ട്രാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വീക്ക് സെല്ലാണ്, ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. SL $1 വെക്കുന്നുണ്ട്. SL എപ്പോഴും $1 മാക്സിമം ഈ ട്രേഡിൽ. ഇതാ $1 വെക്കുക. ടാർഗറ്റ് ഇവിടെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ടാർഗറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ SL TP സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കുക, പിന്നെ അവിടെ സ്ട്രോങ് ബൈ കൺഫേംഡ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താക്കുക, ഹോൾഡ് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ടാർഗറ്റ് $5 ആണ്. നാളെ തന്നെ നിങ്ങളെല്ലാവരും ടാർഗറ്റും $5 ആണ്. ആ ഡെമോ അക്കൗണ്ടിൽ മേക്ക് ചെയ്യാനുണ്ട്. $5 മേക്ക് ചെയ്യലോട് കൂടി നിങ്ങൾ പഠിക്കും കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ ബിയർ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ വന്നത് ട്രാപ്പ് ചെക്കിൽ കണ്ടോ, ബിയർ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ എല്ലാവരും. ട്രാപ്പ് ചെക്കിൽ ബിയർ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നത് കണ്ടോ? അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? യെസ്, ഓക്കെയാണ്, ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണ്. ഇപ്പൊ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഓക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെയാണ് ഒരു എൻട്രി എടുത്തിട്ട് മാർക്കറ്റ് മാറിയിട്ടുണ്ട്, ഓക്കെയാണ്. അപ്പോൾ ഇത് നാളെ നിങ്ങൾക്ക് ഓക്കെ 80% മനസ്സിലായി, നല്ല തന്നെയാണ്. ഇതെല്ലാം 2 ദിവസം കൊണ്ട് എല്ലാവർക്കും 100% മനസ്സിലാവും. ഇത് നിങ്ങൾ എത്ര ബിഗിനേഴ്സ് ആയിക്കോട്ടെ ട്രേഡ് എടുത്ത് നോക്കിയാൽ അറിയും. ഓക്കെ, നിങ്ങൾ എത്ര ബിഗിനേഴ്സ് ആയാലും 5 ദിവസം കൊണ്ട് 6ാമത്തെ ദിവസത്തേക്ക് നിങ്ങൾ പോകില്ല ഇത് കംപ്ലീറ്റ് ആവാൻ. നിങ്ങൾ ട്രേഡിങ് ഇന്ന് കേൾക്കുന്നവരായിക്കോട്ടെ, ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. ഒരു സിനിമ ഉണ്ടാവുന്നത് 5 വർഷം എടുത്തിട്ടായിരിക്കും. ഒരു സ്ക്രിപ്റ്റ്, നല്ലൊരു സിനിമൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത് 5 years എടുക്കും മിനിമം. പക്ഷെ അതൊരു 2 മണിക്കൂറത്തെ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് മനസ്സിലാവും, ആ കഥയും മനസ്സിലാവും, എല്ലാ ഡയലോഗും മനസ്സിലാവും. നിങ്ങൾ അതിന് 5 വർഷം എടുത്ത് അപ്പുറം കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഡയലോഗ് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാവും, ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ 5 വർഷം എടുത്തും പഠിക്കുക. അതേ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ സിനിമൻ്റെ സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ 5 വർഷം എടുക്കും ആ സ്ക്രിപ്റ്റ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും 2 മണിക്കൂർ കൊണ്ട് ആ സ്ക്രിപ്റ്റ് തീരൂല. അതേ കോൺസെപ്റ്റ് സിസ്റ്റം തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് 5% പഠിക്കാനുള്ളൂ, അത് വൃത്തിക്ക് പഠിച്ചാൽ മതി. നിങ്ങൾ ഈ യൂസർ മാനുവലും കാര്യങ്ങളും നിങ്ങൾ പിന്നെ എന്താക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താക്കുക എല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് യൂസർ മാനുവൽ തരും, ഇങ്ങനെ കാര്യങ്ങൾ തരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കുക, കീപ്പ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഒന്ന് ടൈം കൊടുക്കുക. ഈ 5 ദിവസം ഇതിനായിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യുക. നമ്പർ 1, 5 ദിവസം ഇതിനായിട്ടൊരു ടൈം എന്താക്കുക സ്പെൻഡ് ചെയ്യുക. റിസ്ക് എന്ന് പറയുന്ന ഏരിയ, ഒരു ദിവസം $3 നിങ്ങൾക്ക് ലോസ് വരികയാണെങ്കിൽ അവിടെ നിർത്താം. 3 ട്രേഡ് എടുക്കുക. ഒന്നെങ്കിൽ 3 ട്രേഡിൽ നിങ്ങൾക്ക് $3 ലോസ്, അതല്ലെങ്കിൽ 3 ട്രേഡിൽ നിങ്ങൾക്ക് $5 പ്രോഫിറ്റ്. നാളെ നിങ്ങൾ എല്ലാവരുടെ ടാർഗറ്റും $5 ആണ്. അപ്പൊ നാളെ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുറെ $5 ആക്കിയാൽ കുറെ 2 ലോസ് ആക്കിയാൽ നമുക്ക് നോക്കാം. നാളെ നിങ്ങൾക്കുള്ള ടാർഗറ്റ് $5 മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലോസ് ആണെങ്കിൽ $3 ലോസ് വന്നോളും നാളെ നിങ്ങളെ ചെയ്യാനില്ല. ഓക്കെ അല്ലത് ചെയ്തൂടെ? ഓക്കെയാണ്. മൊബൈലിൽ ചെയ്യുമ്പം അതിൻ്റെതായ ഒരു കാര്യങ്ങൾ അതിലുണ്ടാവും. അതായത് മൊബൈലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കണ്ടീഷനും കാര്യങ്ങളൊക്കെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ആ ലിമിറ്റേഷൻ ഉണ്ട് മൊബൈലിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലിമിറ്റേഷൻ എപ്പോഴും ഉണ്ട്. അതായത് അത് എപ്പോഴും ഒന്നെങ്കിൽ ടാബ് പോലത്തെ ഒരു
ഇത് സിസ്റ്റോ അതല്ലെങ്കിൽ എപ്പോഴും ഒരു വലിയ സ്ക്രീനിലെ ഇതിലേക്ക് വരുന്ന സമയം അത്രയും നല്ല നമുക്കത് കംഫേർട്ടാണ് കാര്യങ്ങൾ. മൊബൈലിന് എപ്പോഴും അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. അതായത് മൊബൈലിൽ നമുക്ക് എൻട്രി എടുക്കുക എന്നുള്ളത് മാത്രമാണ് മൊബൈലിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരു മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി ഇതിൻ്റെ മുന്നിൽ. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് കാര്യങ്ങൾ ഇതാക്കിക്കൂടെ? നമുക്ക് ഡൗട്ടും കാര്യങ്ങളും, ഞാൻ ഇന്ന് ഡൗട്ടും കാര്യങ്ങളും സെക്ഷനായി ഇന്ന് ഓപ്പൺ ചെയ്യാത്തത് കുറേ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ സമയം അങ്ങ് നമുക്ക് വെറുതെ അങ്ങോട്ട് പോകും. നാളെ കുറച്ച് നേരത്തെ എല്ലാവരും ജോയിൻ ചെയ്യുക. നിർബന്ധമായി ഈ 5 ദിവസം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, കാര്യങ്ങൾ അവിടെ നിൽക്കണമെങ്കിൽ ഈ 5 ദിവസം നിർബന്ധമായും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കത് ഓക്കെ ആയിരിക്കും. ഈ 5 ദിവസം നിങ്ങൾ എന്താക്കുക, ജോയിൻ ചെയ്യുക, നിർബന്ധമായും ജോയിൻ ചെയ്യുക. ഓക്കെ അല്ല? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തു. നാളത്തേക്ക് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് ആണ് ഞാൻ തന്നത്. മേജറായിട്ടുള്ള അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് $5 നാളെ നിങ്ങൾ മേക്ക് ചെയ്യേണ്ടത്. $5 ടാർഗറ്റ്. ലോസ് മേക്ക് ചെയ്യുകയാണെങ്കിൽ $3. അതിൽ കൂടുതൽ പോയിക്കൂടാ. 3 കണ്ട അവിടെ നിർത്തിക്കോളാം. നിങ്ങളെ ട്രേഡ് കഴിഞ്ഞു അവിടെ. ഓക്കെ, ഇതാണ് നാളത്തെ നിങ്ങളെല്ലാവരുടെ ടാർഗറ്റ്. അപ്പം ഇത് അച്ചീവ് ചെയ്യുക. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നാളെ 8 മണിക്ക് നാളെ നിങ്ങൾക്ക് സെക്ഷൻ തുടങ്ങും. എല്ലാവർക്കും 8 മണി മുതൽ 8:30 വരെ ഡൗട്ട് ക്ലിയറിംഗ് ആയിരിക്കും. ഇന്നത്തെ സെക്ഷനിൽ ഉണ്ടായ ഡൗട്ടുകൾ നാളെ 8 മണി മുതൽ 8:30 വരെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ആയിരിക്കും. അപ്പം 8 മണിക്കനെ നാളെ എല്ലാവരും ഡൗട്ട് ഉള്ളവരൊക്കെ 8 മണിക്ക് നാളെ ജോയിൻ ചെയ്യാം. ഞാൻ 8 മണിക്ക് ലൈനിലുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പം എല്ലാവരും കാര്യങ്ങൾ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ റെഡിയാണ്. ഏത് രീതിയിൽ നമുക്ക് ഇത് പഠിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, 5 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നമുക്ക് എന്താക്കാം, ഇറങ്ങാം. എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ അല്ലേ കാര്യങ്ങൾ? റെക്കോർഡിങ് അയച്ചു തരും, റെക്കോർഡിൻ്റെ ലിങ്ക് തരും. ഓക്കെ, അപ്പം എല്ലാവരും ഗുഡ് നൈറ്റ്. എല്ലാവരും ഗുഡ് നൈറ്റ്. എന്നാക്കുക, കണക്ട് ചെയ്യുക. എന്തുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. എല്ലാവരും ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പം നാളത്തെ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഓക്കെ, എല്ലാവരും ഗുഡ് നൈറ്റ്. നാളെ കാണാം. എല്ലാവരും ബൈ ബൈ, സീ യു.